അപ്പോൾ നമുക്ക് പഠിച്ചാലോ? ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്, ശരിയായ ജോഡി ഏത്, ഈ രീതിയിലൊക്കെ PSC ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളില്ലേ, അതായത് PSC ബോക്സ് ആക്കിയിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളില്ലേ, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 15 ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 15 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം ഒന്നും സംസാരിക്കാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്. ഇതിപ്പോൾ വുമൺ CPOക്ക് ചോദിച്ച ചോദ്യമാണ് അല്ലേ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് എന്താണ്? ടൈഫോയിഡ് ആണ് അല്ലേ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് കണ്ടെത്താനാണ്. അപ്പോൾ അതല്ല. എലിസ ടെസ്റ്റ്. എലിസ ടെസ്റ്റ് മുമ്പത്തെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഈ ടെസ്റ്റുകളെ പറ്റി നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയ്ഡ്സ, എലിസ, അങ്ങനെ ഒരു കോഡ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? എയ്ഡ്സ, എലിസ, അങ്ങനെ കണക്ട് ചെയ്തൂടെ? എയ്ഡ്സിനല്ലേ എയ്ഡ്സ്. ഓക്കെ, എയ്ഡ്സ്, HIV എയ്ഡ്സ് ആണ്. HIV എയ്ഡ്സ് ആണ് എല്ലാവർക്കും അറിയുന്നതാവും. അപ്പോൾ എയ്ഡ്സ, എലിസ അറിയാലോ. എയ്ഡ്സ, എലിസ, ഇത് രണ്ടും അങ്ങനെ കണക്ട് ചെയ്തൂടെ? എയ്ഡ്സ, എലിസ. ഓക്കെ, എയ്ഡ്സ, എലിസ, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഓപ്ഷൻ ബി, എലിസ ടെസ്റ്റ്. ഏതാണ്? എലിസ ടെസ്റ്റ്. ബയോപ്സി ടെസ്റ്റ് എന്തിനാണ്? ക്യാൻസറിനാണ് അല്ലേ. ബയോപ്സി ടെസ്റ്റ് ക്യാൻസറിനുള്ളതാണ്, അതും നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടെസ്റ്റുകളും രോഗങ്ങളും നോക്കാം. ഓക്കെ, ഓരോ രോഗങ്ങളും അതിൻ്റെ ടെസ്റ്റുകളും നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? വൈഡൽ, ഇതൊക്കെ വൈ, ഈ വൈ മാത്രം എടുത്തൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ വൈ എടുത്താലും മതി. ഓക്കെ, ഈ രണ്ട് വൈ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഒരു വൈ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള വൈ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണക്ട് ചെയ്യുക? ടൈ, ഇത് കണക്ട് ചെയ്യുക. വൈ ടൈ. ഓക്കെ, ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് എങ്ങനെ കണക്ട് ചെയ്തു? വൈ ടൈ, അങ്ങനെ കണക്ട് ചെയ്യാലോ. ഇനി അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴുത്തിൽ എങ്ങനെയാണ് ടൈ കെട്ടുക? ഇത് കണ്ടോ, ഇങ്ങനെ വൈ പോലെയല്ലേ നമ്മുടെ കഴുത്തിൽ ടൈ കിടക്കുന്നുണ്ടാവുക. എങ്ങനെയാണ്? ഇങ്ങനെ വൈ പോലെ കിടക്കും. ഇങ്ങനെ വൈ പോലെയാണ് നമ്മുടെ കഴുത്തിൽ എന്തുണ്ടാവുക? ടൈ കിടക്കുന്നുണ്ടാവുക അല്ലേ. ടൈ എങ്ങനെയാണ്? ഇങ്ങനെ വൈ പോലെയാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ആലോചിച്ച് വെച്ചൂടെ? വൈ പോലെയല്ലേ നമ്മുടെ ടൈ കിടക്കുക. അപ്പോൾ അത് വെച്ചിട്ട് കിട്ടുമല്ലോ വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണെന്നുള്ളത്. അപ്പോൾ വൈഡൽ ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ് ആണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. ഇനി ഒന്നുള്ളത് ബിലുറുബിൻ ടെസ്റ്റ് ആണ്. ബിലുറുബിൻ. ഓക്കെ, ബിലുറുബിൻ ടെസ്റ്റ്. ഈ ബിലുറുബിൻ എന്നതിനെ നിങ്ങൾ മഞ്ഞ ബലൂൺ എന്നാലോചിക്കോ? ബിലു എന്നതിനെ ബലൂൺ എന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? എന്താണ്? ബിലു എന്നതിനെ ബലൂൺ എന്നാലോചിക്കണം. എന്താലോചിക്കണം? ബിലു എന്നതിനെ ബലൂൺ എന്നാലോചിക്കണം. ബിലു എന്നതിനെ ബലൂൺ എന്ന്. അതെന്ത് ബലൂൺ എന്നാലോചിക്കണം? മഞ്ഞ ബലൂൺ എന്നാലോചിക്കണം. അങ്ങനെ ആലോചിച്ച് നോക്കോ? മഞ്ഞ ബലൂൺ. എന്തിനാണ് ഞാൻ അപ്പം മഞ്ഞ ബലൂണിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്? ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. ഓക്കെ, മഞ്ഞപ്പിത്തം കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ബിലുറുബിൻ ടെസ്റ്റ്. ഏതാണ്? ബിലുറുബിൻ, മഞ്ഞ ബലൂൺ. അപ്പൊ ബിലു ബലൂൺ, മഞ്ഞ എന്താണ്? മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തമാണ് രോഗം, മഞ്ഞപ്പിത്തം. ഓക്കെ, മഞ്ഞപ്പിത്തം. അപ്പൊ അതും കിട്ടി. ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം, നിങ്ങൾ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ബിലുറുബിൻ ടെസ്റ്റ് ഏതാണ്? മഞ്ഞപ്പിത്തം. ഷിക് ടെസ്റ്റ് ഉണ്ടല്ലോ, ഷിക് ടെസ്റ്റ് നമ്മൾ ഏതൊക്കെ ഇപ്പോൾ പഠിച്ചു? വൈഡൽ ടെസ്റ്റ്, വൈ പോലെ നമ്മുടെ ടൈ ഇരിക്കുന്നത് ആലോചിച്ചാൽ വൈഡൽ ടെസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ വൈ ടൈ, ടൈ വൈ, അങ്ങനെ കണക്ട് ചെയ്തോടെ? ടൈ വൈ, വൈ ടൈ. ഓക്കെ, വൈ ടൈ, വൈ ടൈ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. വൈ, ഇത് കണ്ടോ? വൈ ടൈ, കറക്റ്റ് അല്ലേ? വൈ ടൈ. അപ്പൊ ടൈഫോയിഡ് കണ്ടെത്താൻ വൈഡൽ ടെസ്റ്റ്, വൈഡൽ ടെസ്റ്റ്. പിന്നെ ബിലുറുബിൻ ടെസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞു? മഞ്ഞ ബലൂൺ എന്ന് പറഞ്ഞു. മഞ്ഞ ബലൂൺ. ഇനി ഓർത്തു വെക്കുമല്ലോ, ബിലുറുബിൻ എന്ന് കണ്ട മഞ്ഞ ബലൂൺ എന്ന് ആലോചിച്ചോ. ഈ ബിലുറുബിൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബിലുറുബിൻ എന്നത് ചോദ്യത്തിൽ നിങ്ങൾ കണ്ട താഴെ മഞ്ഞപ്പിത്തം കാണുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് കണക്ട് ആയി വരും അല്ലേ, കിട്ടൂലേ? അപ്പൊ എന്താണ്? ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം, ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, എലിസ എയ്ഡ്സ, എലിസ എയ്ഡ്സ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. എലിസ എയ്ഡ്സ, എലിസ എയ്ഡ്സ. ഓക്കെ, HIV ആണ്. എയ്ഡ്സ് HIV ബാധ കണ്ടെത്താനാണ് ഏത്? എലിസ ടെസ്റ്റ്. അപ്പൊ എലിസ എയ്ഡ്സ, എലിസ എയ്ഡ്സ, അതും അവിടെ കണക്ട് ആയി. ഓക്കെ, ഇനി അടുത്തത് റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ്, സോറി, അതിനു മുമ്പ് നമുക്ക്
നമ്മുടെ എയ്ഡ്സിന് എലിസ ടെസ്റ്റ് മാത്രമല്ല വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആയത്, ചിലപ്പോൾ അതാണ് ചോദ്യം വരുന്നതെങ്കിലോ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് അല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും ഏതിനാണ്? എയ്ഡ്സിനാണ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും എയ്ഡ്സിനാണ്. ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് മറക്കരുത്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും ഏതാണ്? എയ്ഡ്സ് ആണ്. അപ്പോൾ ഒന്ന് കിട്ടി, എയ്ഡ്സ, എലിസ. അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, എയ്ഡ്സ, എലിസ. അത് മറക്കൂലല്ലോ, എയ്ഡ്സ, എലിസ. അത് ഇനി മറക്കൂല. അതുപോലെ തന്നെ ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. ടൈ അല്ലെങ്കിൽ വൈ പോലുള്ള ടൈ. ഓക്കെ, വൈ ടൈ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. അപ്പോൾ അതും കിട്ടി. പിന്നെ ഏതാണ്? ബിലുറുബിൻ ടെസ്റ്റ്, മഞ്ഞ ബലൂൺ. ബിലുറുബിൻ ടെസ്റ്റ് എന്താണ്? മഞ്ഞ ബലൂൺ. ബലൂൺ എന്താ? ബിലുറുബിൻ ആണ്. ബലൂൺ. മഞ്ഞ എന്താണ്? മഞ്ഞപ്പിത്തമാണ് അല്ലേ, മഞ്ഞപ്പിത്തം. അപ്പോൾ അതും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിലുറുബിൻ ടെസ്റ്റ്, മഞ്ഞപ്പിത്തം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാണ്? നിശാന്തതയാണ് അല്ലേ, നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തതയാണ്. റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാണ്? നിശാന്തതയാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാണ്? നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. അപ്പോൾ ഈ ചുവപ്പിനെ റോസ് ആയിട്ട് കാണുന്നതൊക്കെ ആലോചിച്ചാൽ പോരെ, കണ്ണിന് വരുന്ന ഒരു രോഗമല്ലേ നിശാന്തത, അതുമായിട്ട് കണക്ട് ചെയ്താൽ പോലെ. ഓക്കെ, നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ്, നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ്. ചുവപ്പായിട്ടുള്ള ഒരു സാധനത്തിന് നമുക്ക് കുറച്ച് എന്താണ് റോസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണക്ട് വെച്ചാൽ മതി. നിശാന്തതയാണ് കേട്ടോ, നിശാന്തത. ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ്. ഓക്കെ, റോസ് കളർ ആലോചിച്ചാൽ മതി, കളർ കാണണ്ടേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യാൻ. നിശാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ്. ഇനി വർണ്ണാന്തത നമുക്ക് പഠിക്കാല്ലേ. ഇഷിഹാര ടെസ്റ്റ് ആണ് വർണ്ണാന്തത. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. അപ്പോൾ ഏതൊക്കെയാണ്? ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്ത് വരാം. എലിസ, എയ്ഡ്സ. അപ്പോൾ എലിസ ടെസ്റ്റ് എയ്ഡ്സ്, HIV അല്ലേ, എലിസ ടെസ്റ്റ് എയ്ഡ്സ്. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും എയ്ഡ്സ്. വൈഡൽ ടെസ്റ്റ്, ടൈ, അത് കിട്ടി. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. പിന്നെ ഏതാണ്? ബിലുറുബിൻ ടെസ്റ്റ്, മഞ്ഞ ബലൂൺ ആണല്ലോ, മഞ്ഞ ബലൂൺ ആണ്. അപ്പോൾ ബിലുറുബിൻ ടെസ്റ്റ് ഏതാണ്? മഞ്ഞപ്പിത്തം. പിന്നെ റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാണ്? നിശാന്തത. പിന്നെ ഏതാണ് നമ്മൾ പഠിച്ചത്? ഇഷിഹാര ടെസ്റ്റ് ആണ് വർണ്ണാന്തത അല്ലെ, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. ഇനി ഷിക് ടെസ്റ്റ്. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയാണ്. ഷിക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഞാൻ അതിനൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഷിക് അവിടെ ഒരു നിർത്തലില്ലേ, ഷിക്. അതുപോലെ തന്നെ ഡിഫ്, ഷിക് ഡിഫ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് എന്ത് കണക്ഷൻ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷിക് ഡിഫ് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഷിക് അങ്ങനെ നിർത്തണം, ഡിഫ് അങ്ങനെ നിർത്തുന്ന ഒരു സാധനം. അപ്പോൾ ഷിക് ഡിഫ്. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. അപ്പോൾ അതും കിട്ടി. ഷിക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. പിന്നെ ഏതാ നമ്മൾ പഠിച്ച്? ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. ഇഷിഹാര ടെസ്റ്റ് ആണ് വർണ്ണാന്തത. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. പിന്നെ ഏതാണ്? എലിസ ടെസ്റ്റ് എയ്ഡ്സ് അല്ലെങ്കിൽ HIV. ഓക്കെ, എലിസ ടെസ്റ്റ് എയ്ഡ്സ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും എയ്ഡ്സ്. അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഷിക് ടെസ്റ്റ്, ഷിക് ഡിഫ് അങ്ങനെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഷിക് ഡിഫ്. ഓക്കെ, ആ ചന്ദ്രക്കലനെ വെച്ചിട്ടാണ് കണക്ട് ചെയ്യണത്. ഇത് കണ്ടോ, ഈ ചന്ദ്രക്കല രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ചന്ദ്രക്കല. ഓക്കെ, അപ്പോൾ ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ, ഷിക് ഡിഫ്. ഓക്കെ, ഷിക് ഡിഫ്. അപ്പോൾ അതും കിട്ടി. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഇനി ബയോപ്സി ടെസ്റ്റ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സിയിലുള്ള ബയോപ്സി ടെസ്റ്റ് എന്തിനാണ്? ക്യാൻസർ. ഓക്കെ, ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ. ഓക്കെ, എന്നാണ് ക്യാൻസർ ദിനം? ഫെബ്രുവരി 4 കേട്ടോ. ക്യാൻസർ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 4. ക്യാൻസർ ദിനം ഫെബ്രുവരി 4 പഠിച്ചു വെക്കണേ. ക്യാൻസർ ദിനം എന്നാന്ന് ചിലപ്പോൾ ചോദ്യം വരും. എന്താണ്? ഫെബ്രുവരി 4. അതുപോലെ തന്നെ ഹീമോഫീലിയ ഡേ എന്നാന്ന് ചോദിക്കും. ഏതാണ്? ഏപ്രിൽ 17. ലോക ആരോഗ്യ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഓക്കെ, എയ്ഡ്സ് ദിനം എന്നാന്ന് ചോദിച്ചാൽ ഡിസംബർ 1 അല്ലേ. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഓക്കെ, ക്ഷയരോഗ ദിനം എന്നാന്ന് ചോദിക്കും. അതെപ്പോഴാണ്? മാർച്ച്
24-നാണ്, മാർച്ച് 24-നാണ് ക്ഷയരോഗ ദിനം. ഓരോന്നും ഓർത്ത് വെക്കുക കേട്ടോ, ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ക്യാൻസർ ആണ് ബയോപ്സി ടെസ്റ്റ്, ക്യാൻസർ ബയോപ്സി ടെസ്റ്റ്, ക്യാൻസർ ബയോപ്സി ടെസ്റ്റ്, ക്യാൻസർ. അപ്പോൾ അതും കിട്ടി. ബയോപ്സി ടെസ്റ്റ് മറക്കൂലല്ലോ, ബയോപ്സി ടെസ്റ്റ്, ക്യാൻസർ ബയോപ്സി, ക്യാൻസർ ബയോപ്സി, ക്യാൻസർ ബയോപ്സി, ക്യാൻസർ. റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാണ്? നിശാന്തത. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. അപ്പോൾ അതും കിട്ടി, ബയോപ്സി ടെസ്റ്റ്. ഇനി ടൂർണിക്കറ്റ് ടെസ്റ്റ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏതാണ്? ഡെങ്കിയാണ്, ഡെങ്കി. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കി. ഓക്കെ, ഡെങ്കിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സ്കൂളിൽ നിന്ന് ടൂർ പോകണം, ആ സമയം നോക്കി നമുക്ക് എന്ത് വരും? സ്വാഭാവികമായിട്ട് എപ്പോഴും പലർക്കും ഉള്ളൊരു സംഭവമാണ്, സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ നമ്മൾ നല്ല ആകാംക്ഷയിൽ ഇരിക്കുന്നതായിരിക്കും. തലേ ദിവസം രാത്രി വരെ നല്ല ആകാംക്ഷയിലായിരിക്കും, രാവിലെ നിൽക്കുമ്പോൾ എന്ത് വരും? പനി വരും. അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ നിൽക്കുമ്പോൾ എന്ത് വന്നു? ഡെങ്കി പനി വന്നു എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഡെങ്കി. ടൂർണിക്കറ്റ്, ടൂറിന് ആലോചിക്കുക, ടൂർ ഡെങ്കി. ഓക്കെ, ടൂർ മുടക്കാനാണല്ലോ ഈ ഡെങ്കി പനി വരുന്നത്. ഓക്കെ, ടൂർ പോകുന്ന സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ടൂർ പോകുമ്പോൾ ടൂർ പോകാൻ ഉദ്ദേശിച്ച ദിവസം രാവിലെ നമുക്ക് എന്ത് വരികയാണ്? ഡെങ്കി പനി വരികയാണ്. അപ്പൊ ഡെങ്കി ടൂർ. ഡെങ്കിന്ന് കണ്ട ഇനി ടൂർ. ഓക്കെ, ഡെങ്കിന്ന് കണ്ട എന്താണ്? ടൂറാണ്. ഡെങ്കി എന്താണ്? ടൂറാണ്. ഡെങ്കി എന്താണ് അറിയപ്പെടുന്നത്? ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഡെങ്കി പനിയാണ് കേട്ടോ. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കി പനിയാണ്. അപ്പൊ എന്താണ്? ടൂർ. ടൂർ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം നോക്കിയിട്ട് എന്ത് വന്നു? ഡെങ്കി പനി വന്നു. അപ്പൊ ടൂർണിക്കറ്റ് എന്താണ്? ഡെങ്കി പനിയാണ്. ഓക്കെ, ഡെങ്കി പനിയാണ് ടൂർണിക്കറ്റ്. അപ്പൊ അതും കിട്ടി, ടൂർണിക്കറ്റ് ഡെങ്കി പനി. ഇനി ഡോട്ട്സ് ടെസ്റ്റ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഡോട്ട്സ് ടെസ്റ്റ്. പഠിച്ചു വെക്കണേ, ക്ഷയരോഗം. ഓക്കെ, ഡോട്ട്സ് ടെസ്റ്റ് ഏതിനാണ്? ക്ഷയരോഗം. ഓക്കെ, രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ക്ഷയമാണ്. രാജകീയ രോഗം ഏത് എന്ന് ചോദിച്ചാലാണ് ഹീമോഫീലിയ. ഓക്കെ, അപ്പൊ ഡോട്ട്സ് ടെസ്റ്റ് ഏതിനാണ്? ക്ഷയം. ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയം. ഡോട്ട് ടെസ്റ്റ് ഏതാണ്? ക്ഷയം. ക്ഷയം. ഓക്കെ, കണക്ട് ആവുന്നുണ്ടല്ലോ. ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയം. ഡോട്ട്സ് ടെസ്റ്റ് ഏതാണ്? ക്ഷയം. ഓക്കെ, ഏതെങ്കിലും നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടാത്തതാണെങ്കിൽ, ഇതുവരെ കേൾക്കാത്തതാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ബാക്കി എൻ്റെ കൂടെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ റിവിഷൻ എക്സാമുകൾ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, നമ്മുടെ വാട്സപ്പിലെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ആ ഗ്രൂപ്പിൽ നമ്മൾ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിൻ്റെ എക്സാമുകൾ നിങ്ങൾക്ക് നടത്തും. റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. ഓരോ എക്സാം അടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ റിവിഷൻ എക്സാമുകളും എല്ലാ കാര്യങ്ങളും നടക്കും. ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എന്താണ്? ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയം. ഓക്കെ, ഡോട്ട്സ് ടെസ്റ്റ് ഏതാണ്? ക്ഷയരോഗത്തിലാണ്, ക്ഷയം. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു? വൈഡൽ ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചാണ് മാത്രം പറഞ്ഞു തരട്ടെ. വൈഡൽ ടെസ്റ്റ്. ഓക്കെ, വൈഡൽ ടെസ്റ്റ് എന്താണ്? ടൈ, അത് കിട്ടിയല്ലോ. ഡോട്ട്സ് ടെസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ. ഏതാണ്? ക്ഷയം. ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയം. പിന്നെ ഏതാണ്? ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. ഓക്കെ, പിന്നെ നമ്മൾ എലീസ ടെസ്റ്റ്. എലീസ എയ്ഡ്സ് അല്ലേ? ഓപ്ഷൻ ബി എലീസ ടെസ്റ്റ്. ഇതായിരുന്നു നമ്മുടെ ഉത്തരം. എലീസ എയ്ഡ്സ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും നമുക്ക് അതിൽ വരുന്നുണ്ട്. ഓക്കെ, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും ഏതിനാണ്? എയ്ഡ്സിനാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പിന്നെ ഏതാണ്? ബയോപ്സി ടെസ്റ്റ് ഏതിനാന്ന് ചോദിച്ചാൽ ക്യാൻസറിനാണ്. ഏതിനാണ്? ക്യാൻസറിനാണ്. ക്യാൻസർ ദിനം February 4 ഓർത്തു വെക്കുക കേട്ടോ. February 4 ക്യാൻസർ ദിനം. ഓക്കെ, പിന്നെ മഞ്ഞ ബലൂൺ നമ്മൾ പഠിച്ചു. ബിലുറുബിൻ ടെസ്റ്റ് ആണ് അല്ലേ? ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ അവസാനം ഏതാണ് പഠിച്ചത്? ഇഷിഹാര കഴിഞ്ഞു. വർണ്ണാന്തത ഡോട്ട്സ് ടെസ്റ്റ് ആണ് അല്ലേ? ലാസ്റ്റ് പഠിച്ചത് ഡോട്ട്സ് ടെസ്റ്റ് ആണ്. അടുത്ത നമുക്ക് നോക്കാം പാപ്പ്. ഇതവിടെ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടില്ലേ? പാപ്പ് ടെസ്റ്റ്. പാപ്പ് ടെസ്റ്റ് എന്തിനാണ്? ഗർഭാശയ ക്യാൻസറിനുള്ള അല്ലേ? ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ. ഓക്കെ, അപ്പം എന്താണ്? പാപ്പ് ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ ആണ്. പാപ്പ് ടെസ്റ്റ് എന്തിനാണ്? ഗർഭാശയ ക്യാൻസർ ആണ്. ഗർഭിണികളുടെ ഉള്ളിൽ എന്തുണ്ടാവും? പാപ്പ. എന്താ ചെറിയ കുട്ടികൾക്ക് തമിഴിൽ എന്താ പറയുക? പാപ്പ എന്നല്ലേ പറയുക? ചെറിയ കുട്ടികൾക്ക് കുട്ടിപ്പാപ്പ എന്നൊക്കെ പറയും അല്ലേ? അപ്പം അങ്ങനെ പാപ്പ വെച്ച് കണക്ട് ചെയ്തൂടെ? അപ്പോൾ പാപ്പ് ഗർഭാശയം അത് വെച്ച് കണക്ട് ചെയ്യുക. പാപ്പ കുട്ടിപ്പാപ്പ അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. കുട്ടിപ്പാപ്പ. നമുക്ക് തമിഴ് കുറച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരുപാട് PSC ചോദ്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതുവരെയുള്ള എൻ്റെ ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തമിഴ് മാത്രം വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് തമിഴ് സിനിമകളൊക്കെ കാണുക, കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. ഭൂരിഭാഗം ആളുകൾ ഇതിൽ തമിഴ് അറിയുന്നവരാകും. വിജയൻ്റെ ഒക്കെ സിനിമകൾ ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ? അപ്പോൾ അത് വെച്ചിട്ടെങ്കിലും തമിഴ് അറിയുന്നതാവും. അപ്പോൾ തമിഴിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ സംഭവങ്ങളൊക്കെ കിട്ടും. ഇങ്ങനത്തെ കുറേ കണക്ഷൻസ് നമ്മൾ അവിടെ നിന്നും വരുത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് മെർക്കുറിയുടെ അയിരാണ് സിന്നബർ. അപ്പോൾ ഏറ്റവും ചെറുതല്ലേ? ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി അല്ലേ? സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി. അപ്പോൾ അത് വെച്ചിട്ട് സിന്നഗ്രഹം, അത് വെച്ചിട്ട് സിന്നബാർ കണക്ട് ചെയ്തൂടെ? അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് കണക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പാപ്പ് ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ. എന്താണ് കുട്ടി പാപ്പ എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? പാപ്പ് ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ
ക്യാൻസർ. ഇനി മസ്തിഷ്ക രോഗങ്ങൾക്ക് ഏതാണ്? EEG. ഇത് മിക്കവാറും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. EEG എന്തിനാണ്? മസ്തിഷ്ക രോഗങ്ങൾക്കാണ്. മസ്തിഷ്ക രോഗങ്ങൾ. ഓക്കെ, മസ്തിഷ്ക രോഗങ്ങൾക്കാണ് ഏത്? EEG. എന്താണ്? ഇതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കണേ. എന്താണ് EEGയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. ECGയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. EEGയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കണേ. ഇതാണ് EEGയുടെ ഫുൾ ഫോം. EEG എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്താണ് EEGയുടെ ഫുൾ ഫോം. അപ്പൊ ECGയുടെ ഫുൾ ഫോം എന്താ? ECGയുടെ ഫുൾ ഫോം കൂടി അറിഞ്ഞോ. ECG എന്തിനാ നമുക്കറിയാം? ഹൃദ്രോഗങ്ങൾക്കാണ് അല്ലേ? EEG എന്താണ്? മസ്തിഷ്ക രോഗങ്ങൾക്കും ECG ഹൃദ്രോഗങ്ങൾക്കും. അത് നമുക്ക് കിട്ടാൻ സിമ്പിളാണ്. ഹൃദ്രോഗങ്ങൾക്കാണ് കാർഡിയോ അല്ലെ? കാർഡിയോ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാർഡിയോ അല്ലേ? എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാമാണ് ECG. അതെന്തിനാണ്? ഹൃദ്രോഗങ്ങൾക്കും EEG മസ്തിഷ്ക രോഗങ്ങൾക്കും. ഓക്കെ, ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് EEG, ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് ECG. ഇതിന്റെ ഫുൾ ഫോം ആയിട്ടും നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇത്രയും ടെസ്റ്റുകൾ ഏകദേശം ക്ലിയർ ആയല്ലോ. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പട്ടികകൾ നമുക്ക് ഏകദേശം ഒന്ന് കോഡ് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇനി പട്ടികകൾ ഒന്നും അറിയാത്തവരാണെങ്കിലും ഇവിടുന്ന് ഏകദേശം നമുക്ക് സെറ്റ് ആക്കിയിട്ട് പോവാം. പട്ടിക 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഞാൻ ഒരു ഉദാഹരണം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഈ 7 ഇതിനെ ഒന്ന് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് വായിക്കാം? ഇവിടെ L വെച്ചിട്ട് വായിക്കാൻ പറ്റിയ ഏതെങ്കിലും വാക്കുണ്ടോ നോക്ക്. ഭാഷ എന്ന് L വെച്ചിട്ട്, ലാംഗ്വേജ് അല്ല, അതിനെ കണക്ട് ചെയ്യണ്ട. L വെച്ച് വേണ്ട, ഭാഷ എന്നല്ലേ അവിടെ. പിന്നെ ഏതാണ് വായിക്കുമ്പോൾ തന്നെ L വെച്ച് കണക്ട് ചെയ്യാൻ പറ്റിയത്? പഞ്ചായത്തുകൾ. ഇല്ല, അത് P ആണ്. പിന്നെന്താണ്? ലിസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ സി നമ്മുടെ ഉത്തരം വരില്ലേ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമോ? എന്താണ്? പട്ടിക 7 തിരിച്ചിട്ട L എന്താണ്? ലിസ്റ്റ് ആണ്. ഓക്കെ, പട്ടിക 7 തിരിച്ചിട്ട L ലിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അപ്പോൾ ഭാഷ കൺഫ്യൂഷൻ വരില്ല. അഥവാ ലാംഗ്വേജ് എന്നുള്ളത് കയറി വന്നാലോ? ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു ഭാഷ അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8ന്റെ പണി കിട്ടും. അതങ്ങനെയല്ലേ? ഓക്കെ, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടുത്തെ ഭാഷയെ പറ്റി കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ഭാഷ അറിയാതെ അവിടെ പോയിട്ട് വല്ല കുണ്ടാമണ്ടി ഒപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 8ന്റെ പണി കിട്ടും എന്ന് ആലോചിച്ചാൽ പോരെ. അപ്പോൾ എന്താണ്? ഭാഷ 8 ആണ്. പട്ടിക 8 ആണ് ഭാഷ. അപ്പൊ 8ന്റെ പണി കിട്ടും എന്തില്ലെങ്കിൽ? ഭാഷ അറിഞ്ഞില്ലെങ്കിൽ. അപ്പൊ അതും അവിടെ കണക്ട് ആയി. ഓക്കെ, അപ്പൊ 7 തിരിച്ചിട്ട എന്താണ്? 7 തിരിച്ചിട്ട ലിസ്റ്റ് ആണ് കേട്ടോ. ഇനി പട്ടിക 1 തൊട്ട് നമുക്കൊന്ന് പറഞ്ഞു തരാം. പട്ടിക 1 എന്താണ്? കേന്ദ്ര സംസ്ഥാന ഭൂപ്രദേശമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ഭൂപ്രദേശം അതിർത്തികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഏത്? പട്ടിക 1. ഓക്കെ, പ്രദേശവും അതിർത്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പട്ടിക 1. പ്രദേശം. ഞാൻ പാണ്ടിപ്പട സിനിമ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് തരട്ടെ. പാണ്ടിപ്പട സിനിമ ഒന്ന് ആലോചിക്കാം കേട്ടോ. ഈ പാണ്ടിപ്പട സിനിമയിൽ അവന്റെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകണത് എന്തിനാ? പാണ്ഡിതുരാണ്ണന്റെ അടുത്തേക്കും അതുപോലെ തന്നെ കറുപ്പയ്യ സ്വാമിയുടെ ഒക്കെ ആ ഏരിയക്ക് ഇവൻ പോകുന്നത് എന്തിനാ? ഒരു സ്ഥലത്തിന്റെ കച്ചവടത്തിനായിട്ടല്ലേ. അപ്പോൾ ആദ്യം ഭൂപ്രദേശം ഒന്നിൽ കണക്ട് ചെയ്യുക. ഭൂപ്രദേശം. പിന്നെ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് എന്താണ് ആലോചിക്കുക? അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ? ആ ജോലിക്ക് എന്താവും? ശമ്പളം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയി ഞാൻ ജോലി ചെയ്താൽ എത്ര ശമ്പളം കിട്ടുന്നതാണ് രണ്ടാമത് ചിന്തിക്കുക. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭൂപ്രദേശമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. രണ്ടാമത് എന്താണ്? അവിടുത്തെ ജോലിക്ക് എത്ര ശമ്പളം ഉണ്ടെന്നും ചെക്ക് ചെയ്യും. ഓക്കെ, ഈ ശമ്പളം കിട്ടുന്ന ജോലിക്ക് കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രതിജ്ഞ ചെയ്യണം. ഓക്കെ, ഈ 3 കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഏതൊക്കെയാണ്? പട്ടിക 1 ഭൂപ്രദേശം, 2 എന്താണ്? ശമ്പളം. ആദ്യം ഭൂപ്രദേശം അറിഞ്ഞാൽ പിന്നെ അറിയേണ്ടത് അവിടെ എത്ര ശമ്പളം ഉണ്ട് എന്നാണ്. അപ്പൊ ആദ്യം ഏതാണ്? ഭൂപ്രദേശം. 2 ഏതാണ്? ശമ്പളമാണ്. 3 പ്രതിജ്ഞ. ഇങ്ങനെ നിങ്ങൾക്ക് 3 കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പ് അവിടെ പ്രതിജ്ഞ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ പാണ്ടിപ്പട സിനിമയിൽ തന്നെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്നൂരണ്ണനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പാണ്ഡിതുരണ്ണന്റെ അടുത്ത് ജോലിക്ക് കയറുന്നതിന് മുമ്പ് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നൂരണ്ണനിക്ക് ഞാൻ കാതലിക്ക മാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പാണ്ടിപ്പട സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിന്റെ ഇടയിൽ പോയി സിനിമ കാണല്ലേ? ചിലപ്പോൾ CPO എക്സാം ഒക്കെ വരുന്നവർ ഈ എക്സാമിന്റെ അടുത്ത് പോയിട്ട് സാർ സിനിമ കാണാൻ പറഞ്ഞിട്ട് സിനിമ കാണും. അപ്പൊ അതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഭൂരിഭാഗം ആളുകൾ സിനിമ കണ്ടതാവും. അപ്പൊ എന്താണ്? എന്നൂട്ടലണ്ണനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്? അതിലുള്ള പ്രതിജ്ഞ ഉണ്ട്. അപ്പൊ ആദ്യം എന്താണ്? ഭൂപ്രദേശം. ആ സിനിമ വെച്ച് ആലോചിച്ചാൽ കിട്ടും. ഭൂപ്രദേശത്തിനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. രണ്ടാമത് എന്താണ്? ശമ്പളം. എത്ര ശമ്പളം കിട്ടും എന്ന് അറിയണ്ടേ? മൂന്നാമത് എന്താണ്? ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പ് പ്രതിജ്ഞ. ഓക്കെ, ഇനി നാലാമത്തത്. ഇനി പാണ്ടിപ്പട സിനിമ കിട്ടോ. നാലാമത്തേത് എന്താണ്? സീറ്റാണ്. എന്ത് സീറ്റാണ്? രാജ്യസഭ സീറ്റാണ് കേട്ടോ. 4 സീറ്റാണ്. നമ്മുടെ സീറ്റിന് എത്ര കാലുണ്ടാവും? 4 കാലല്ലേ? സീറ്റ്. ചെയർ എന്തെങ്കിലും ആലോചിച്ചാൽ മതി. അപ്പൊ സീറ്റിന് എത്ര കാലുണ്ട്?
4 കാലുണ്ട്, സീറ്റിന് 4 കാലുണ്ട്. അപ്പോൾ ഒന്ന് എന്താണ് ഭൂപ്രദേശം, രണ്ടെന്താണ് ശമ്പളം, മൂന്ന് എന്താണ് പ്രതിജ്ഞ അല്ലെങ്കിൽ മൂന്നാമത് പ്രതിജ്ഞയാണ്, 4 എന്താണ് സീറ്റാണ്, 4 കാലുള്ള സീറ്റാണ്. 4 സീറ്റ് അല്ലേ, അതും സെറ്റ് അല്ലേ. അപ്പൊ 4 സീറ്റ്, 5 എന്താണ് 5 നമ്മൾ എങ്ങനെ എഴുതുക, 5 ഇങ്ങനെ എഴുതി അതിലൂടെ ഒരു എസ് പോകുന്നില്ലേ. ഓക്കെ 5 SC/ST, ഓക്കെ 5 SC/ST വെച്ച് കണക്ട് ചെയ്താൽ 5 SC/ST. ഓക്കെ പട്ടികജാതി എന്താണ് പിന്നോക്ക വിഭാഗം, അതുമായി ബന്ധപ്പെട്ടതാണ് 5 SC/ST. അപ്പൊ ഈ 5നെ എസ് വെച്ച് കണക്ട് ചെയ്യുക, 5 എന്താണ് എസ്. ഇനി 6 ഗോത്രങ്ങൾ, 6 അവിടെ എത്ര എന്ന് കണക്ട് ചെയ്തു, 6 അവിടെ സൗണ്ട് വരുന്നുണ്ട്, ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് 6 ഗോത്രങ്ങൾ, 6 ഗോത്രങ്ങൾ. അപ്പൊ 5 എന്താണ് 5 ഇങ്ങനെ അതിലൂടെ ഒരു എസ് പോവും, SC/ST 6 ഗോത്രങ്ങൾ, 6 ഗോത്രങ്ങൾ. ഓക്കെ ഇനി 7 ഞാൻ പറഞ്ഞു, 7 ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ L ലിസ്റ്റ് ആണ്. അപ്പൊ പട്ടിക 7 തിരിച്ചിട്ട L ആണ്, L എന്താണ് ലിസ്റ്റ് ആണ്, L ലിസ്റ്റ് ആണ്. പിന്നെ അടുത്തതുള്ളത് പട്ടിക 8 അല്ലേ, പട്ടിക 8 എന്താണ്, പട്ടിക 8 എന്തറിഞ്ഞില്ലെങ്കിലാണ് 8ന്റെ പണി കിട്ടുക, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അപ്പൊ ഈ പാണ്ടിപ്പട സിനിമയിൽ തന്നെ അല്ലേ ഭാഷ അറിയാതെ വന്നിട്ട് എണ്ണടാ ചോദിക്കുമ്പോൾ 1 2 3 എന്നൊക്കെ എണ്ണുന്നത്, അത് ആര് കൊച്ചിൻ ഹനീഫിനോട് എണ്ണടാ ചോദിക്കും, എണ്ണാനാ എന്ന് ചോദിച്ചിട്ട് എണ്ണുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ എന്ത് കിട്ടും, 8ന്റെ പണി കിട്ടും. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ, അപ്പൊ ഭാഷ അറിഞ്ഞിരുന്നെങ്കിൽ എണ്ണട വെക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ മതി. ഭാഷ അറിയാത്തതുകൊണ്ടാണ് അവിടെ 8ന്റെ പണി കിട്ടിയത്. കാരണം എന്താണ്, അവിടെ 1 2 3 ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആലോചിച്ച് അതും കിട്ടും. അപ്പൊ 1 2 3 അത് ആലോചിച്ച് എന്ത് കിട്ടും, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അപ്പൊ പട്ടിക 8 ഭാഷ. ഓക്കെ ഇനി പട്ടിക 9 ഭൂപരിഷ്കരണമാണ്. പട്ടിക 9 ഭൂപരിഷ്കരണം, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കട്ടോ. പട്ടിക 9 ഭൂപരിഷ്കരണം. 10 എന്താണ്, പട്ടിക 9 എഴുതി വെച്ചോ, ഭൂപരിഷ്കരണം. പട്ടിക 9 ഭൂപരിഷ്കരണം 10. നമ്മളിങ്ങനെ പറയില്ലേ, അവൻ 10 പൈസ കിട്ടിയ കൂറുമാറെന്ന് പറയില്ലേ. അവൻ 10 പൈസ, അവൻ ഇപ്പൊ പാർട്ടിക്കാരാണെങ്കിലും അവൻ കുറച്ച് ഒരു 10 പൈസ എറിഞ്ഞു കൊടുത്ത് അവൻ എന്ത് ചെയ്യും, ഈ പാർട്ടിയിലേക്ക് ചാടും. അതെന്താണ്, കൂറുമാറും. അവിടെ നിന്ന് കൂറുമാറി ഇങ്ങോട്ട് വരും. അപ്പൊ അതെന്താണ്, 10 പൈസ കിട്ടിയ കൂറുമാറും. അപ്പൊ 10 കൂറുമാറ്റം. അപ്പൊ പട്ടിക 10 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, കൂറുമാറ്റം. പട്ടിക 10 കൂറുമാറ്റം. 11 പഞ്ചായത്തുകളും 12 മുനിസിപ്പാലിറ്റി. 11 പഞ്ചായത്തുകൾ 12 മുനിസിപ്പാലിറ്റി. 11 പഞ്ചായത്തുകൾ 12 മുനിസിപ്പാലിറ്റി. ഇനി ഒരു വട്ടം കൂടി വരാം. പട്ടിക 1 എന്താണ്, ഭൂപ്രദേശം. 2 എന്താണ്, ശമ്പളം. 3 എന്താണ്, പ്രതിജ്ഞ. 4 എന്താണ്, സീറ്റ്. സീറ്റിന് എത്ര കാലുണ്ട് ചോദിച്ചാൽ 4 കാലാണ് അല്ലെ. 5 എന്താണ്, 5ലൂടെ ഒരു എസ് പോകുന്നുണ്ട്, SC/ST കണക്ട് ചെയ്യുക. 6 ഗോത്രങ്ങൾ. 7 തിരിച്ചിട്ട L ആണ് ലിസ്റ്റ്. 8 എന്തറിഞ്ഞില്ലെങ്കിലാണ് 8ന്റെ പണി കിട്ടുക, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 9 ഭൂപരിഷ്കരണം. 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും, അത് കൂറുമാറ്റം. 11 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റി. ഒരു വട്ടം കൂടെ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരുമോ. 1 എന്താ, ഇനി നിങ്ങൾ പറയും 1 എന്താണ്, 1 പട്ടിക 1 എന്താ, ഭൂപ്രദേശം. പട്ടിക 1 ഭൂപ്രദേശം. 2 എന്താ, ശമ്പളം. 3 പ്രതിജ്ഞ. 3 പ്രതിജ്ഞ. എന്തിനാണ് 4 കാലുള്ളത്, സീറ്റിന്. എല്ലാവർക്കും 4 കാല, എല്ലാ ജീവികൾക്കും 4 കാലമൊന്നും പറയരുത്. എന്താണ്, സീറ്റിനാണ് 4 കാലുള്ളത്. ആലോചിച്ച് വെക്കണം, ഞാൻ പറഞ്ഞു തന്നത് ആലോചിക്കണേ. എന്താണ്, സീറ്റിനാണ് 4 കാലുള്ളത്. സീറ്റിന് 4 കാല്. 5ലൂടെ ഒരു എസ് പോകുന്നില്ലേ, SC/ST 6 ഗോത്രങ്ങൾ. അങ്ങനെ 6 വെച്ച് കണക്ട് ചെയ്യണേ. പിന്നെ 7 എന്താണ്, 7 തിരിച്ചിട്ട് കഴിഞ്ഞാൽ L ആണ്, L ലിസ്റ്റ്. എന്തറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുക, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 9 എന്താണ്, 9 ഭൂപരിഷ്കരണം. 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും. 11 പഞ്ചായത്ത് രാജും 12 മുനിസിപ്പാലിറ്റികളും. അപ്പൊ പട്ടികകൾ ക്ലിയർ ആയല്ലോ, സെറ്റ് അല്ലേ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആര്? എപ്പോഴും ചോദ്യം വരാറുള്ള ഒരു ഭാഗമാണ് അല്ലെ. കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ, ഫൈസാബാദിൽ ആരാണ്? ഫൈസാബാദിൽ ആരാ? ഇവിടെ ചോദ്യം അതല്ലേ. ഫൈസാബാദ് അസിമുള്ള ഖാൻ. ഓപ്ഷൻ എ ആണോ? അസിമുള്ള ഖാൻ അല്ല. അസിമുള്ള ഖാൻ എന്താണ്, ഈ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നും അംബാസഡർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലാണ് അസിമുള്ള ഖാൻ. പിന്നെ നാനാ സാഹിബ് ഈ വിപ്ലവം പഠിച്ച ബേസിക് ആയിട്ട് ആദ്യം പഠിക്കുന്ന കാര്യമാണ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ നാനാ സാഹിബ്. KANNAN, ഖാൻ നാൻ. ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഖാൻ നാൻ. അപ്പൊ കാൺപൂർ നാനാ സാഹിബ്. ഖാൻ എന്ന് കേട്ടാൽ നാൻ എന്ന് ആലോചിക്കണം. ഖാൻ എന്ന് കേട്ടാൽ നാൻ എന്ന് ആലോചിച്ചാൽ കാൺപൂർ നാനാ സാഹിബ്. പിന്നെ ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണെന്ന് ആലോചിച്ചാൽ മതി. ഡൽഹിയിൽ ഭക്ത് ഖാനും പിന്നെ ബഹദൂർ ഷാ രണ്ടാമനും. ഓക്കെ അപ്പൊ ഫൈസാബാദിൽ ആരാ? മൗലവി അഹമ്മദുള്ളയാണ്. ബറേലിയിലാണ് ബഹദൂർ ഖാൻ. അപ്പൊ ബാ വെച്ച് കണക്ട് ചെയ്താൽ മതി. ബറേലി, ബഹദൂർ ഖാൻ. നമുക്ക് ഓരോരുത്തരും പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ ആദ്യം ആരെ പഠിക്കണം?
കാൺപൂരിൽ അല്ല, അതിനു മുമ്പ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നല്ലേ. മീററ്റിൽ നിന്നാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്, മീററ്റ്. അപ്പൊ ഈ മീററ്റിൽ നേതൃത്വം നൽകിയതാരാ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിപ്ലവം ഒരു സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? തുടങ്ങി, ഖതം, ടാറ്റ, ബൈ ബൈ. അപ്പൊ ഖതം, ഓക്കെ, ഖതം. ഇത് ആലോചിച്ച് നോക്കണേ, ഖതം എന്ന വേർഡ് ആലോചിച്ച് നോക്കണം. തുടങ്ങിയ ഖതം, തുടങ്ങി. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. തുടങ്ങിയെന്നല്ല, ഖതം. ആ ഒരു വേർഡ് വെച്ച് കണക്ട് ചെയ്യുക. ഒരു വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമല്ലോ, അവിടുത്തെ ആൾക്കാർ പറയും ഖതം. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? മീററ്റിലെ ഖതം സിംഗ് ആണ്. മീററ്റിലെ ഖതം സിംഗ്. മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. മീററ്റിലെ ഖതം സിംഗ്. മീററ്റിൽ ആരാണ്? ഖതം സിംഗ്. അപ്പൊ അത് കിട്ടി, മീററ്റ് ഖതം സിംഗ്. ഇനി കാൺപൂരിൽ ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബാണ്. കാൺപൂർ നാനാ സാഹിബ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. കാൺപൂരിൽ ആരാണ്? കാൻ നാൻ വെച്ച് കണക്ട് ചെയ്യുക. കാൻ നാൻ. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഇനി ഡൽഹിയിൽ ആരാ? ഡൽഹി. ഞാൻ പറഞ്ഞു ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണെന്ന് ആലോചിച്ചാൽ മതി. ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ്. അപ്പൊ അത് എന്ത് വെച്ച് കണക്ട് ചെയ്യുക? ഡൽഹി ഭക്ത് ഖാൻ. ഡൽഹി ഭക്ത് ഖാൻ. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ്. പഠിച്ചു വെക്കണേ, ഡൽഹിയിലുള്ള ആൾക്കാരുടെ ഭക്തി ആലോചിച്ചാൽ മതി കേട്ടോ. ഡൽഹി എന്താണ്? ഭക്ത് ഖാൻ. ഓക്കെ, ഭക്ത് ഖാൻ. ഡൽഹി ഭക്ത് ഖാൻ. ബറേലിയിലാണ് ബഹദൂർ ഖാൻ. അത് ബാ വെച്ച് കണക്ട് ചെയ്യുക. ബറേലി ബഹദൂർ ഖാൻ. ഈ ഡൽഹിയിൽ ഭക്ത് ഖാന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ ഭക്ത് ഖാന്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് ഭക്ത് ഖാന്റെ കൂടെ എന്നല്ല, ഡൽഹിയിൽ നേതൃത്വം നൽകിയതില്ലേ 1857 വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ രാജാവായി വാഴിച്ചത് ആരെയാന്നൊക്കെ ചോദ്യം വന്ന ആരെയാണ്? അത് ബഹദൂർ ഖാനാണ്. ബഹദൂർ ഷാ രണ്ടാമനെയാണ്. 1857 വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ രാജാവായി വാഴിച്ചത്. അങ്ങനെ ചോദ്യം വന്നാലും 1857 വിപ്ലവത്തിലെ മുഗൾ ഭരണാധികാരി എന്ന് ചോദ്യം വന്നാലും ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ, ഈ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ ഏത് ചരിത്ര സ്മാരകത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായതെന്ന് ചോദ്യം വന്നാൽ എവിടെ വെച്ചിട്ടാണ്? ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്. അപ്പൊ ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പൊ ഡൽഹിയും കിട്ടി. പിന്നെ ഏതൊക്കെ പഠിച്ചു? ആദ്യം കാൺപൂരിലെ നാനാ സാഹിബ്, കാൻ നാൻ, അത് വെച്ച് കണക്ട് ചെയ്യുക. കാൺപൂരിലെ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ, ബറേലി ബഹദൂർ ഖാൻ. ബറേലി ബഹദൂർ ഖാൻ ആണ്. ഡൽഹിയിലാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഖാൻ വേറെയാണ്. ബഹദൂർ ഖാൻ എവിടെയാണ്? ബറേലിയിലാണ്. മീററ്റിൽ ആരാ? മീററ്റിലല്ലേ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ എന്താണ്? ഖതം, ടാറ്റ, ബൈ ബൈ. അത് വെച്ച് കണക്ട് ചെയ്യാം. മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. മീററ്റിലെ ഖതം സിംഗ്. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. അപ്പൊ ഫൈസാബാദ് ഒരു മുസ്ലിം ടച്ചുള്ള പേരല്ലേ. അപ്പൊ ഈ മൗലവി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മുസ്ലിം ടച്ച് വരുന്നില്ല. അപ്പൊ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, അത് വെച്ച് കണക്ട് ചെയ്യുക. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഝാൻസിയിൽ ആരാണ്? ഝാൻസിയിൽ ആരാന്ന് ചോദിച്ചാൽ റാണി ലക്ഷ്മിബായി ആണ്. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യുക? ഝാൻസി റാണി എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമമൊക്കെ ചോദിക്കും, അത് നമുക്ക് പഠിക്കാം. ഝാൻസിയിൽ ആരാന്ന് ചോദിച്ചാൽ റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ മണികർണിക. ഓക്കെ, റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? മണികർണിക. റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേര് ചോദിക്കും. ബാദൽ, സാരംഗി, പവൻ. പഠിച്ചു വെക്കണേ. ബാദൽ, സാരംഗി, പവൻ എന്നിവയാണ് റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേര്. ഓക്കെ, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ എന്ന് ചോദിക്കും. ആരെയാണ്? റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഹ്യൂഗ് റോസ് ആണ്. ആരാണ്? ഹ്യൂഗ് റോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത്. ഈ റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാലും അതാരാണ്? ഹ്യൂഗ് റോസ് ആണ്. റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാലും ഹ്യൂഗ് റോസ് ആണ്. റാണി ലക്ഷ്മിബായിയെ എന്താണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ഏതാണ്? ഹ്യൂഗ് റോസ് ആണ്. ഓക്കെ, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എവിടെയാണ് അത് റാണി ലക്ഷ്മിബായി നേതൃത്വം നൽകിയത്? എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഝാൻസി, ഗ്വാളിയോർ എന്നീ സ്ഥലങ്ങളിലാണ് റാണി ലക്ഷ്മിബായി നേതൃത്വം നൽകിയത്. ഝാൻസി, ഗ്വാളിയോർ എന്നീ സ്ഥലങ്ങളിൽ. ഓക്കെ, ഇനി ലക്നൌവിൽ ആരാണ്? ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. കൺഫ്യൂഷൻ വരണ്ട, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് പോവാം. ലക്നൌവിൽ ആരാണ്?
ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഝാൻസി നമുക്ക് കിട്ടി, റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. ഡൽഹിയിലുള്ളവർക്കൊക്കെ ഭയങ്കര ഭക്തിയാണ്. അപ്പൊ ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ്. പിന്നെ മീററ്റിൽ തുടങ്ങി ഖതം അല്ലേ, ഖതം ടാറ്റ ബൈ ബൈ. അപ്പൊ മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. മീററ്റിലെ ഖതം സിംഗ് ആണ്. ഓക്കെ, പിന്നെ ഏതാണ്? ബറേലിയിൽ ആരാന്ന് ചോദിച്ചാൽ ബഹദൂർ ഖാനാണ്. ബറേലിയിൽ ആരാണ്? ബഹദൂർ ഖാനാണ്. ഝാൻസി ഗോളിയോർ എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി ആണ്. അപ്പൊ എത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയല്ലോ. അവിടുന്ന് ക്ലിയർ അല്ലേ? ഇത്രയും സ്ഥലത്ത് നേതൃത്വം നൽകിയ ആൾക്കാർ ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തരാം. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ്. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാൻ. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് ഒരു മൗലവി. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബറേലിയിൽ ആരാന്ന് വെച്ചാൽ ബഹദൂർ ഖാൻ. ബറേലിയിലെ ബഹദൂർ ഖാൻ. ഝാൻസി ഗോളിയോർ എന്നിവിടങ്ങളിൽ ആരാണ്? ഝാൻസി ഗോളിയോർ റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി ആണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. നമ്മൾ പറയാൻ വിട്ടുപോയൊന്ന്, ബീഹാറിൽ ആരാന്ന് ചോദിക്കും. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയെന്ന് ചോദിച്ചാലും കൻവർ സിംഗ് ആണ്. അപ്പൊ ബീഹാറിൽ നേതൃത്വം നൽകിയത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ്. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ്. മീററ്റിൽ ഖതം സിംഗ്. മീററ്റിൽ ഖതം. അപ്പൊ മീററ്റിൽ ഖതം സിംഗ്. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങൾ ഏകദേശം മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല. ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യണോ? കാൺപൂർ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബറേലി ബഹദൂർ ഖാൻ, മീററ്റിൽ ഖതം സിംഗ്, ഝാൻസി ഗോളിയോർ റാണി ലക്ഷ്മിബായി, ലക്നൗ ആരാണ്? ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, പിന്നെ ഏതാണ്? ബീഹാറിൽ ആരാന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ്. അപ്പൊ ഏകദേശം എല്ലാം കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? എല്ലാതും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലാത്തവർ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ കിട്ടും. നമ്മൾ ഇത്രയും പറഞ്ഞു പോയതല്ലേ, അപ്പൊ എന്തായാലും ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, കാരണം വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് മീററ്റിലാണ്. അവിടെ എന്താണ്? ഖതം ടാറ്റ അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ അത് വെച്ച് ഖതം സിംഗ് കിട്ടും. നാനാ സാഹിബ് കാൺപൂരാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാലും നാനാ സാഹിബാണ് കേട്ടോ. നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. അംബാസിഡർ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാണ് ആര്? അത് അസീമുള്ള ഖാനാണ്. ആരാണ്? അസീമുള്ള ഖാനാണ്. അപ്പൊ എത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി, സെറ്റ് അല്ലേ? അപ്പൊ 1857 വിപ്ലവത്തിൽ ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയ ആൾക്കാര് ക്ലിയർ ആയി. വിപ്ലവത്തിലെ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത്? കേരള ഇബ്സൺ ആരാണ്? വള്ളത്തോളാണോ? വള്ളത്തോൾ എന്താണ്? വള്ളത്തോൾ കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലാണ് വള്ളത്തോൾ. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഓപ്ഷൻ ഡി, എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത്. എന്താണ്? കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ്. വള്ളത്തോൾ എന്താണ് അറിയപ്പെടുന്നത്? കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലാണ് വള്ളത്തോൾ. വള്ളത്തോളിന്റെ വരികൾ നമ്മൾ പഠിച്ചതല്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വരികളാണ്? വള്ളത്തോളിന്റെ വരികളാണ്. പിന്നെ ഏതാണ്? ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അത് ആരുടെ വരികളാണെന്ന് പറഞ്ഞു വെക്കുക. ആരുടെയാണ്? വള്ളത്തോളിന്റെ വരികളാണ്. അപ്പൊ കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് വള്ളത്തോളാണ്. ഓക്കെ, കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാ? കേരള ഇബ്സൺ നമ്മൾ പഠിച്ചു. ഇബ്സൺ നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? നമ്മൾ ഇബ്സൺ മലയാളത്തിൽ ഓർത്തു വെക്കാതെ IBS ഇബ്സ്, പിന്നെന്താണ്? ഒരു N, ഇബ്സ് N, അങ്ങനെ മാറ്റി മാറ്റി ഒന്ന് പഠിച്ചു വെക്കോ. കേരള ഇബ്സ് N. ഇനി N കൃഷ്ണപിള്ള, അപ്പോൾ 2 N ആയല്ലോ. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്തൂടെ? അപ്പൊ കേരള ഇബ്സ് N കൃഷ്ണപിള്ള. കേരള ഇബ്സ് എന്ന് ആലോചിക്കുമ്പോൾ കേരള ഇബ്സ് N, അപ്പൊ N വെച്ചിട്ട് എന്തോ ആണെന്ന് ഓർത്തു വെക്കാലോ. കേരള ഇബ്സൺ N കൃഷ്ണപിള്ളയാണ്. കേരള വ്യാസൻ ആരാണ്? കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരള
വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കുമല്ലോ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് തരാം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്, കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ള. അതവിടെ കണക്ട് ആയല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള, കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ, കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ. ഓക്കെ, കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ്. ഇനി നമുക്ക് ഏത് പഠിക്കാം? കേരള തുളസീദാസ് ആരാ? തുളസീദാസ്, ഒരു മിനിറ്റ്, ഇവിടെ എഴുതാം. കേരള തുളസീദാസ്. ഈ തുളസി മാത്രം വെച്ച് കണക്ട് ചെയ്യണേ. തുളസീദാസ്, തുളസി പിന്നെ ഒരു വാക്കും വെച്ച് കണക്ട് ചെയ്യുക. എന്താണ്? വെണ്ണിക്കുളം. ഈ കുളം വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ തുളസിയും കുളവും വെച്ചൊരു കണക്ഷൻ വെച്ചൂടെ? ഈ കുളത്തിന്റെ ഓരത്തല്ലേ എന്തൊക്കെ ഉണ്ടാവുക? ഈ കുളത്തിന്റെ അരികിലായിട്ടാണ് എന്താ അധികം തുളസികളൊക്കെ കാണും. തുളസിയിലൊക്കെ ഒരുപാട് എവിടെ കാണും? ഈ കുളത്തിന്റെ ഓരത്തായിട്ട് കാണും എന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം. അവിടെ കുളം കണക്ട് ആവും. കുളം ഗോപാലക്കുറുപ്പ്. അപ്പൊ കുളം വെച്ച് കണക്ട് ചെയ്യുക. എന്താണ്? കുളത്തിന്റെ ഓരത്തായിട്ട്, കുളത്തിന്റെ അരികിലായിട്ട് എന്തുണ്ടാവും? തുളസി ഉണ്ടാവും. അപ്പൊ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? എന്താണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പൊ കേരള തുളസീദാസ് കിട്ടി. കേരള വാൽമീകി വള്ളത്തോളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. വള്ളത്തോൾ എന്ന് ഇംഗ്ലീഷിലൊന്നും എഴുത്. VALL. ഈ മൂന്നക്ഷരം ഒന്ന് വാദിക്ക്. എന്താണ്? VAL എന്താണ്? വാൽ. ഓക്കെ, അപ്പൊ വാൽ. അപ്പൊ എന്താണ്? വാൽമീകി വള്ളത്തോളാണ്. അവിടെയും കണക്ഷൻ കിട്ടിയില്ലേ? അപ്പൊ വാൽമീകി എന്ന് കണ്ട വാൽ എന്ന് ഇംഗ്ലീഷിൽ എഴുതി നോക്കുക. അവിടെ എന്ത് കണക്ഷൻ കിട്ടും? വള്ളത്തോൾ എന്നതിന്റെ ഒരു തുടക്കം കിട്ടും. ഓക്കെ, എന്താണ്? വള്ളത്തോൾ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതും കിട്ടി. കേരള വാൽമീകി കിട്ടി, കേരള ടാഗോർ കിട്ടി, കേരള ഇബ്സൺ കിട്ടി. ഇബ്സൺ ആരാണ്? എൻ കൃഷ്ണപിള്ള. വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര്? തുളസി. തുളസി എവിടെ ഉണ്ടാവുക? കുളത്തിന്റെ ഓരത്താണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കണക്ട് ചെയ്യും? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതുവരെയും കണക്ഷനായി. ഓക്കെ, ഇനി കേരള കാളിദാസൻ ആരാ? കാളിദാസൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതാരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഓക്കെ, കേരളവർമ്മ എന്ന് മാത്രം എഴുതി വെക്കാം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. വലിയ കോയിത്തമ്പുരാൻ ജസ്റ്റ് എഴുതിക്കോട്ടോ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് എന്തറിയപ്പെടുന്നത്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ രാജാവ്, ഓക്കെ, തമ്പുരാന്മാർക്കൊക്കെ ആരുണ്ടാവും? തമ്പുരാന്മാർക്കൊക്കെ ദാസന്മാരുണ്ടാവും എന്ന് ആലോചിച്ചൂടെ? ഓക്കെ, തമ്പുരാന്മാർക്കൊക്കെ കൂടെ ദാസന്മാരുണ്ടാവും. അപ്പൊ കാളിദാസൻ എന്ന് കണ്ട തമ്പുരാൻ കിട്ടണം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് എന്ത്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരള കാളിദാസനും കിട്ടി. കേരള കാളിദാസൻ ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഓക്കെ, കേരള വാൽമീകി ആരാണ്? വള്ളത്തോളാണ്. കേരള ഇബ്സൺ ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ്. കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള തുളസീദാസ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ? കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ വെണ്ണിക്കുളം. കുളം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇനി മാർക്ക് കിട്ടും. ഇങ്ങനത്തെ ഒന്നും വന്ന കൺഫ്യൂഷൻ ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം, കുളം. ഓക്കെ, കുളം വെച്ചിട്ട് തുളസിനെ കണക്ട് ചെയ്യുക. അപ്പൊ തുളസീദാസ് ആണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓക്കെ, ഇനി കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാ? മോപ്പസാങ്. കേരള മോപ്പസാങ് ആരാണ്? കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ് അല്ലേ? തകഴിയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്നാൽ അത് തകഴിയാണ്. തകഴി എന്താണ് അറിയപ്പെടുന്നത്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും തകഴിയാണ് കേട്ടോ. തകഴിയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. 1984 ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാലും തകഴിയാണ്. ഓക്കെ, അപ്പൊ തകഴിയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരള മോപ്പസാങ് ആരാണ്? ഒന്ന് റിപ്പീറ്റ് ചെയ്തു വരും. ഒരു 3 വട്ടം എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്തു വരും. കേരള മോപ്പസാങ് ആരാണ്? മോപ്പസാങ് ആരാണ്? തകഴിയാണ്. കേരള മോപ്പസാങ് ആണ് തകഴി. ഓക്കെ, തകഴി. ഇപ്പൊ സാങ് എന്നുള്ളത് സോങ് വെച്ച് കണക്ട് ചെയ്തൂടെ? ഈ സാങ് എന്നുള്ളത്, ഈ സോങ് ഒക്കെ കേട്ടാൽ ചില പാട്ടുകളൊക്കെ കേട്ടാൽ നമ്മൾ എന്താ നമ്മളെ തഴുകി പോകുന്ന ആലോചിച്ചൂടെ? അപ്പൊ തഴുകി, തകഴി അത് വെച്ച് കണക്ട് ചെയ്യോ? അപ്പൊ സാങ് എന്ന് കണ്ട സോങ് ഇങ്ങനെ തഴുകി പോവാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ്? തകഴി, തഴുകി അത് വെച്ച് കണക്ട് ചെയ്യാം. മോപ്പസാങ് സോങ് ആണ്. ഓക്കെ, മോപ്പസാങ് എന്താണ്? തകഴിയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കേരള തുളസീദാസ് പഠിച്ചു, കേരള മോപ്പസാങ്ങും പഠിച്ചു. ഇനി കേരള വ്യാസൻ നമ്മൾ പഠിച്ചു അല്ലേ? കേരള സ്കോട്ട് പഠിച്ചിട്ടില്ലല്ലോ. കേരള സ്കോട്ട്.
ഓക്കെ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാ? ഈ കോട്ട് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ആരാന്നറിയോ? CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? CV രാമൻ പിള്ള. CV രാമനല്ല, CV രാമൻ പിള്ളയാണ്. CV രാമൻ ആരാണ്? രണ്ടാമതായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് അല്ലെ? CV രാമൻ. ഭൗതിക ശാസ്ത്രത്തിന് 1930 നോബൽ സമ്മാനം ലഭിച്ചതാണ് CV രാമൻ. ആദ്യം ലഭിച്ചത് ആർക്കാണ്? രവീന്ദ്രനാഥ ടാഗോറിനാണ്. 1913 ലഭിച്ചത്. അദ്ദേഹത്തിന് എന്തിനാണ് ലഭിച്ചത്? സാഹിത്യത്തിനാണ്. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന് എന്താണ് ഭൗതിക ശാസ്ത്രത്തിനാണ് ലഭിച്ചത്. 1930 CV രാമന് ലഭിച്ചത്. ഇത് CV രാമൻ പിള്ള കവിയല്ലേ? CV രാമൻ പിള്ള. അപ്പൊ കേരള സ്കോട്ട്, ഈ കോട്ട് വെച്ച് നമ്മൾ എന്തിനെ കണക്ട് ചെയ്യണം? CV കണക്ട് ചെയ്യണം. CV കണക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ CV ഒക്കെ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അതിന് CV ഒക്കെ അയച്ചു കൊടുക്കും. ഈ CV അയക്കുമ്പോൾ അതിൽ നമ്മളൊരു കോട്ടൊക്കെ ഇട്ട് നല്ല പ്രൊഫഷണൽ ലുക്കിലുള്ള ഒരു ഫോട്ടോ അല്ലേ അയച്ചു കൊടുക്കുക. അപ്പോൾ കോട്ട് ഇട്ടിട്ട് CV കൊടുക്കുക. കോട്ടിട്ട ഫോട്ടോ CV കൊടുക്കുക. അപ്പോൾ കോട്ട് CV രണ്ടും കണക്ട് ആയാലോ? അപ്പോൾ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ള. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? CV രാമൻ പിള്ള. അപ്പൊ അത് സെറ്റായി. കേരള സ്കോട്ട് ആരാണ്? CV രാമൻ പിള്ള. വാൽമീകി വള്ളത്തോളാണ്. VAL വള്ളത്തോളിനും VAL വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ. കേരള ഹെമിംഗ്വേ പഠിച്ചു, കേരള സ്കോട്ടും പഠിച്ചു. ഇനി കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാന്നറിയോ? കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴയാണ്. ഓക്കെ, ചങ്ങമ്പുഴയാണ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ചങ്ങമ്പുഴയാണ്. അദ്ദേഹത്തിന്റെ വരികൾ അറിയോ? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ആരുടെ വരികളാന്ന് ചോദ്യം വന്നാൽ തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി. ഇതിലൊക്കെ കോമൺ ആയിട്ടൊരു സാധനം ഉണ്ടല്ലോ, അത് തുടങ്ങ ചങ്ങമ്പുഴ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തൂടെ? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ആരുടെയാണ്? ചങ്ങമ്പുഴയുടെ വരികളാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ചങ്ങമ്പുഴ. ഓക്കെ, എങ്ങ വെച്ച് കണക്ട് ചെയ്യുക. ഞാൻ എന്തിനാണെന്നറിയോ ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യുന്നത്? ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീട്ടമ്മമാരായാലും പിന്നെ ജോലിക്കൊക്കെ പോയി ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. ഒരുപാട് പേരെ അങ്ങനെയുള്ള ആളുകളെ അറിയാം. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് കൂടുതൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനൊക്കെ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ കേട്ടിട്ടായാലും എൻ്റെ ഈ സൗണ്ട് കേട്ടിട്ടെങ്കിലും എങ്ങനെയെങ്കിലും അവർ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ അത്ര റിപ്പീറ്റ് ചെയ്യുന്നത്. ചിലർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നത് അരോചകമായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം മറ്റുള്ള പലർക്കും അത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പലരും ഈ വീട്ടുജോലിക്കിടയിലും അതുപോലെ തന്നെ പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. പലരും പല ജോലികൾക്കും ഇടയിലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻജെക്ട് ചെയ്ത് തരണമല്ലോ. എപ്പോൾ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് പോലെ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും നിങ്ങൾക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരെയാണ്. ഒക്കെ മീൻസ് എല്ലാത്തിനും സമയം കിട്ടുന്ന ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അവർക്ക് സംവിധാനങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ ആളുകൾക്ക് മെയിനായിട്ട് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടായി കഴിഞ്ഞാൽ അതല്ലേ നമുക്ക് നല്ലത്. അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനത്തെ ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഇൻജെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ചങ്ങമ്പുഴയുടെ വരികളാണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. അപ്പം ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് എന്തായിട്ടും ചങ്ങമ്പുഴ കിട്ടും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വരികളുണ്ടല്ലോ, കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴയുടെ വരികളാണ് അല്ലേ? ചങ്ങമ്പുഴയുടെ വരികളാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. അതുപോലെ ഒരു വരികൾ കൂടിയില്ലേ? കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. അതാരാണ്? കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് അല്ലേ? കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. ഓക്കെ. അപ്പൊ ചങ്ങമ്പുഴയുടെ കിട്ടി. ചങ്ങമ്പുഴ എന്താണ് അറിയപ്പെടുന്നത്? കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. അപ്പൊ പുഴ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്യൂസിനെ കണക്ട് ചെയ്യാം. ഫ്യൂസ് പോവുക. ഈ പുഴയിലുള്ള വെള്ളമൊക്കെ അടിച്ചു കയറി വീട്ടിൽ വന്നാൽ വീട്ടിലൊക്കെ കയറി ഇപ്പോൾ പലർക്കും പ്രളയമൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തൂടെ? ഈ വീട്ടിലേക്ക് നമ്മുടെ പുഴയിൽ നിന്നുള്ള വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ ഓർത്ത ഫ്യൂസൊക്കെ പോകും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പോൾ ഫ്യൂസ് പുഴ, ചങ്ങമ്പുഴ ഫ്യൂസ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ചങ്ങമ്പുഴ. ഇനി കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാ? കേരള സൂർദാസ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ പൂന്താനമാണ്. ഓക്കെ. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പൂന്താനമാണ്. ഈ സാധനം വെച്ച് കണക്ട് ചെയ്യോ?
ഈ സാധനം വേറെ ഒന്നിലും ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നില്ല. അപ്പൊ പൂന്താനം സൂർദാസ്, സൂർദാസ് പൂന്താനം. അപ്പൊ അത് വെച്ചിട്ട് എന്നുള്ള ഒരു ശബ്ദം കൊടുക്കുന്നില്ല നമ്മളവിടെ. അപ്പൊ സൂർദാസ് പൂന്താനം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. സൂർദാസ് പൂന്താനമാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. അപ്പൊ അതും ക്ലിയർ ആയി. കേരള സൂർദാസ് പൂന്താനം. തുളസീദാസ് മറക്കരുത്, വെണ്ണിക്കുളം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. കേരള കാളിദാസനും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കാളിദാസൻ, ദാസന്മാർക്കുണ്ടാവും, തമ്പുരാന്മാർക്കാണ് ദാസന്മാരുണ്ടാവും അല്ലെ. അപ്പൊ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരള സ്കോട്ട് കിട്ടി. സ്കോട്ട് എന്തിട്ടിട്ട് നമ്മൾ കോട്ടിട്ടിട്ട് നമ്മൾ എന്തിലാണ് ഫോട്ടോ അയച്ചു കൊടുക്കുക? CV യിലാണ് അല്ലെ. CV. അപ്പൊ CV രാമൻ പിള്ള, CV രാമൻ പിള്ള. അപ്പൊ അതും കണക്ട് ആയി. അപ്പൊ കേരള സൂർദാസ് പൂ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതും കിട്ടി. ഓക്കെ, കേരള സൂർദാസ് പൂന്താനം, ഓർഫ്യൂസ് കിട്ടി. ഇനി അടുത്തത് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. കേരള പുഷ്കിൻ ആരാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്? 2007 ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? ഞാൻ പറഞ്ഞു ONV ആണ് അല്ലെ. ONV കുറിപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ONV. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നതാണ് ONV ആണ്. കേരള പുഷ്കിൻ ONV. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV ആണ്. കേരള പുഷ്കിൻ ONV. കേരള വാൽമീകി അതിന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യുക. ആരാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോളാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ്. കേരള കാളിദാസൻ ആർക്കാ ദാസന്മാരുണ്ടാവുക? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ദാസന്മാരുണ്ടാവുക. ഓക്കെ, പിന്നെ കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അല്ലെ. വെണ്ണിക്കുളം തുളസിക്കുളം കണക്ട് ആയി. ഹെമിംഗ്വേ ആരാണ്? MT ആണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT ആണ്. നമുക്ക് പഠിക്കാം. പിന്നെ നമ്മൾ പഠിച്ച കേരള മോപ്പസാങ് അല്ലെ. സോങ് എന്താണ്? തഴുകിപ്പോയി എന്ന് വെച്ചാൽ എന്താണ്? തകഴി. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ്. സൂർദാസ് പൂന്താനമാണ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. പിന്നെ കോട്ട് നമ്മൾ പഠിച്ചു. കേരള സ്കോട്ട് CV രാമൻപിള്ള. അടുത്ത നമുക്ക് ഏത് പഠിക്കാം? പുഷ്കിന് നമ്മൾ പഠിച്ചു അല്ലെ. ദാർശനിക കവി ആരാണ്? ദാർശനിക കവി ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തിയാണ് ദാർശനിക കവി എന്നറിയപ്പെടുന്നത്. അപ്പൊ അതാരാവും? ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാണ്? G ശങ്കരക്കുറുപ്പാണ് അല്ലെ. G ശങ്കരക്കുറുപ്പാണ് ദാർശനിക കവി എന്നറിയപ്പെടുന്നത്. ദാർശനിക അല്ല, ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? G ശങ്കരക്കുറുപ്പാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളിയാണ്. 1965 ജ്ഞാനപീഠം ലഭിക്കുന്നത്. 1965 G ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അപ്പൊ എന്ത് പഠിച്ചു? ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ആര് എന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? G ശങ്കരക്കുറുപ്പ്. ഓക്കെ, ഇനി വിപ്ലവ കവി ആരാ? വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വയലാറാണ് അല്ലെ. വയലാറാണ് വിപ്ലവ കവി എന്നറിയപ്പെടുന്നത്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യൻ അല്ലെ എന്ന് പറഞ്ഞത് ആരാണ്? വയലാറാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യൻ എന്ന് പറഞ്ഞത് വയലാറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വരികളുണ്ടല്ലോ, അശ്വമേധത്തിലെ വരികളില്ലേ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ അല്ലേ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ആരുടെ വരികളാണ്? അതും ആരുടെയാണ്? വയലാറിന്റെ വരികളാണ്. ഓക്കെ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അതും വയലാറിന്റെ വരികളാണ്. അപ്പൊ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ വയലാറാണ്. വിപ്ലവ കവി വയലാറാണ്. ഈ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാന്നറിയോ? ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് അത് ചെറുശ്ശേരിയാണ് കേട്ടോ. ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. ഋതുക്കളുടെ കവി ആരാണ്? ചെറുശ്ശേരിയാണ്. അപ്പം വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാറാണ്. അപ്പൊ അതും സെറ്റായി. വിപ്ലവ കവി വയലാറാണ്. ഋതുക്കളുടെ കവി നമ്മൾ പഠിച്ചു, ചെറുശ്ശേരിയാണ്. ഇനി ശബ്ദസുന്ദരൻ അതും ഇദ്ദേഹമാണ് കേട്ടോ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമല്ല, വള്ളത്തോളാണ്. നമ്മൾ തുടക്കത്തിൽ പഠിച്ച വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത്. തുടക്കത്തിൽ എന്തൊക്കെ പഠിച്ചു? കേരള വാൽമീകി എന്ന് പഠിച്ചു അല്ലെ. കേരള വാൽമീകി എന്ന് പഠിച്ചു. കേരള ടാഗോർ എന്നും പഠിച്ചു. ഇപ്പൊ എന്ത് പഠിച്ചു? ശബ്ദസുന്ദരൻ എന്നും പഠിച്ചു. ശബ്ദസുന്ദരൻ എന്ന് പഠിച്ചത് ആരെയാണ്? വള്ളത്തോളിനെയാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ വള്ളത്തോളാണ്. ശബ്ദസുന്ദരൻ ആരാണ്? സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കുമാരനാശാനാണ് അല്ലെ. കുമാരനാശാനാണ് സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ അത് കുമാരനാശാന്റെ വരികളാണ്. അപ്പൊ അത് പഠിച്ചു വെക്കട്ടോ. എന്താണ് അറിയപ്പെടുന്നത്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. ഓക്കെ, അപ്പൊ ഋതുക്കളുടെ കവി പഠിച്ചു. എന്താണ്? ശബ്ദസുന്ദരനും പഠിച്ചു. ആശയഗംഭീരൻ, സ്നേഹഗായകനും പഠിച്ചു. ഓക്കെ, ഇനി ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉള്ളൂരാണ്. ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉള്ളൂരാണ് കേട്ടോ. ശബ്ദാഢ്യൻ ഉള്ളൂരാണ്. ഓക്കെ,
ശബ്ദാഢ്യൻ ആരാണ്? ഉള്ളൂരാണ്. സോറി, ശബ്ദാഢ്യൻ ഉള്ളൂരാണ്. അതെന്തേലൊക്കെ ആവട്ടെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉള്ളൂ എന്നാണ് ഞാൻ ഇട്ടതെന്ന്. ഓക്കെ, അപ്പൊ ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉള്ളൂരാണ്. ശബ്ദാഢ്യൻ. അദ്ദേഹത്തിന്റെ വരികളുടെ രണ്ട് പ്രശസ്തമായത് സ്ഥിരം കേൾക്കുന്ന സാധനം, കാക്കേ കാക്കേ കൂടെ ഇവിടെ ഇല്ലേ? നമ്മൾ എന്തെങ്കിലും മറ്റേ എന്താണ് അന്താക്ഷരി ഇല്ലേ? അന്താക്ഷരി പാട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ കളിക്കുമ്പോൾ കാ വെച്ചിട്ട് നമുക്കൊരു പാട്ട് കിട്ടി, അപ്പൊ നമ്മൾ തുടങ്ങും കാക്കേ കാക്കേ കൂടെ ഇവിടെ ഇല്ലേ? ആദ്യം നമ്മളതല്ലേ പാടുക. അപ്പൊ അത് ആരുടെയാണ്? ഉള്ളൂരിന്റെ വരികളാണ്. അതുപോലെ തന്നെ ജയ കിട്ടിയാൽ നമ്മൾ ഏത് പാടും? ജോണി ജോണി എസ് പപ്പ. അപ്പോൾ കാക്കേ കാക്കേ കൂടെ ഇവിടെ, അതുപോലെ തന്നെ പ്രാവേ പ്രാവേ പോകരുത്, ഇതൊക്കെ ആരുടെയാണ്? ഉള്ളൂരിന്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടെ ഇവിടെ, കൂടെ ഇവിടെ ഉള്ളിലാണ്, കൂട് ഉള്ളിലാണ് ആലോചിച്ചത്. അപ്പൊ ഉള്ളൂർ. പ്രാവേ പ്രാവേ പോകരുതേ, എങ്ങോട്ട് പോകരുത്? കൂട്ടിന്റെ ഉള്ളിൽ നിന്നും എങ്ങോട്ടും പോകരുത്. അമ്മയല്ലേ പറയുണ്ടാവുക. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അതാണ് അമ്മയല്ലേ പറയുന്നത്, എന്നാലും ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. പ്രാവേ പ്രാവേ പോകരുതേ, കാക്കേ കാക്കേ കൂടെ ഇവിടെ, രണ്ടും ഉള്ളിലാക്കിയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഉള്ളൂരിനെ കിട്ടും. ഓക്കെ, ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉള്ളൂരാണ്. ശബ്ദാഢ്യൻ ഉള്ളൂരാണ്. മാതൃത്വത്തിന്റെ കവി ആരാ? മാതൃത്വത്തിന്റെ കവി, മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്ന ആരാ? ഒരു അമ്മ എന്നുള്ള പേര് വെച്ച് നിങ്ങൾ മാതൃത്വം, അമ്മ ഏതാണ്? ഒരു അമ്മനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? ഏതാണ്? ബാലാമണി അമ്മ. അപ്പൊ മാതൃത്വം അല്ലെ, മാതാവ്, മാതൃത്വം ആരാണ്? അമ്മയാണ്. ബാലാമണി അമ്മ, ബാലാമണി അമ്മ. മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മ. അമ്മേ വരൂ വരൂ വേഗം വെളിയിലേക്ക്, ഇല്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ. ആരുടെ വരികളാണ്? ആരാണ്? ബാലാമണി അമ്മയുടെ വരികളാണ് അല്ലേ? അമ്മേ വരൂ വരൂ, ബാലാമണി അമ്മ. അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. അമ്മേ വരൂ വരൂ വേഗം വെളിയിലേക്ക്, ഇല്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ. ആരുടെ വരികളാണ്? ആരാണ്? ബാലാമണി അമ്മയുടെ വരികളാണ്. അപ്പൊ മാതൃത്വത്തിന്റെ കവിയും കിട്ടി. മാതൃത്വം എന്ന് കിട്ടിയാൽ തന്നെ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ പോരെ. അപ്പൊ ബാലാമണി അമ്മ, മാതൃത്വം. അമ്മ മാതൃത്വം അറിയാം, അമ്മയാണ് മാതൃത്വം എന്നറിയാം. അപ്പൊ മാതൃത്വത്തിന്റെ കവി ബാലാമണി അമ്മ. ഇനി മുസ്ലിം കാളിദാസൻ, അവസാനമായിട്ട് ഒരെണ്ണം കൂടി പഠിക്കാം. മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാ? മുസ്ലിം കാളിദാസൻ. മുസ്ലിം കാളിദാസൻ ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ്. ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. ഓക്കെ, മോയിൻകുട്ടി വൈദ്യർ. ഒരുപാട് മാപ്പിളപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്, കേട്ടിട്ടുണ്ടാവും അല്ലേ? മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളൊക്കെ. മോയിൻകുട്ടി വൈദ്യർ. ഓക്കെ, മോയിൻകുട്ടി വൈദ്യരാണ് മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ വിശേഷണങ്ങളൊക്കെ കുറേ പറഞ്ഞു തന്നു, കുറേ എണ്ണത്തിന് കണക്ഷനൊക്കെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷൻ കണ്ടാൽ കിട്ടും. ഓക്കെ, ഇപ്പൊ ഏകദേശം കിട്ടുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നില്ലേ? അപ്പൊ എന്താണ്? കേരള കാളിദാസൻ ആരാർക്ക ദാസന്മാരുണ്ടാവുക? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ദാസൻ. മുസ്ലിം കാളിദാസനാണ് മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യർ. കേരള വാൽമീകി വള്ളത്തോളാണ്. കേരള വാൽമീകി വള്ളത്തോളാണ്. ശബ്ദസുന്ദരനും വള്ളത്തോളാണ്. കേരള ടാഗോറും വള്ളത്തോളാണ്. ശബ്ദാഢ്യൻ ആരാണ്? ഉള്ളൂരാണ്. ശബ്ദാഢ്യൻ ഉള്ളൂരാണ്. ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് അല്ലേ? ഋതുക്കളുടെ കവി തുളസീദാസ് ആരാ? തുളസി എവിടെ ഉണ്ടാവുക? വെണ്ണിക്കുളം. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. കേരള മോപ്പസാങ് സോങ് എന്താണ്? ഇങ്ങനെ തഴുകിപ്പോയി, അപ്പൊ തകഴി അല്ലേ? കേരള മോപ്പസാങ് തകഴിയാണ്. കേരള ഹെമിംഗ്വേ പഠിച്ചു വെക്കണേ, MT ആണ്. കേരള ഹെമിംഗ്വേ MT ആണ്. നമ്മൾ പഠിച്ചിട്ടില്ല തോന്നുന്നു. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT ആണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും MT ആണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. മോപ്പസാങ്ങും തകഴിയാണ്. കുട്ടനാടിന്റെ കഥാകാരനും തകഴിയാണ്. ആരാണ് കോഴിക്കോടിന്റെ കഥാകാരൻ? SK പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ അല്ലെ? ഒരു തെരുവിന്റെ കഥ അദ്ദേഹത്തിന്റെ കൃതിയാണ്, നമുക്കൊക്കെ അറിയാം. ഏതാണ് ആ തെരുവ്? മിഠായി തെരുവാണ്. മിഠായി തെരുവ് കോഴിക്കോടാണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്? ഒരു തെരുവിന്റെ കഥ ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. അപ്പൊ SK പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്? ബേപ്പൂർ സുൽത്താൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ്. വിപ്ലവ കവി ആരാണ്? വയലാറാണ്. വിപ്ലവ കവി വയലാറാണ്. എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ശബ്ദസുന്ദരൻ ആരാന്ന് ചോദിച്ചാൽ വള്ളത്തോളാണ്. സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കുമാരനാശാനാണ്. എല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടാൽ കിട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ അലുമിനിയത്തിന്റെ അയിര് ഏത്? അലുമിനിയത്തിന്റെ അയിര്. അയിരുകൾ നമ്മൾ പഠിച്ചു വെക്കണേ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയത്തിന്റെ അയിര്. അലുമിനിയത്തിന്റെ അയിര് ഏതാ? നമുക്ക് അലുമിനിയം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. അലുമിനിയം വെച്ചിട്ട് എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ച് നോക്കോ. അലുമിനിയം ബോക്സ്. ഇവിടെ അലുമിനിയം ബോക്സ് വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതാണ്? ഓപ്ഷൻ A തന്നെയാണ്, ബോക്സൈറ്റ്.
അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അപ്പൊ അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്നത് കിട്ടും. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. അപ്പൊ ഇരുമ്പിന്റെ അയിരോ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റും ഏതിന്റെയാണ്? ഇരുമ്പിന്റെ അയിരാണ്, അയണിന്റെ അയിരാണ്. അപ്പൊ ഏതാണ്? ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിര്. ഓക്കെ, അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹേമറ്റൈറ്റും. പ്രധാനമായിട്ടും ഈ ഹേമറ്റൈറ്റ് പഠിച്ചു വെക്കണം, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇനി ഞാൻ വേറൊരു കോഡ് പറഞ്ഞുതരാം. അലുമിനിയം ബോക്സൈറ്റ് AB അങ്ങനെ കണക്ട് ചെയ്യാലോ. ABCD അങ്ങനെയല്ലേ പഠിച്ചു പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുണ്ട് HI. ഇങ്ങനെ കണക്ട് ചെയ്ത് എന്ത് പഠിക്കാം? അയൺ ഹേമറ്റൈറ്റ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അയൺ ആണ് ഹേമറ്റൈറ്റ്. അപ്പൊ അയണിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. ഓക്കെ, ഇനി മെർക്കുറിയുടെ അയിര്. മെർക്കുറി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെർക്കുറിയുടെ അയിര് പഠിക്കാൻ നമുക്ക് തമിഴ് അറിഞ്ഞാൽ കിട്ടും. കാരണം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതിന് നമ്മൾ എന്ത് പറയും? സിന്നതല്ലേ അല്ലെ? സിന്നത് അല്ലെ? പെരിയത്, പെരിയാർ. ഏറ്റവും വലിയ നദി വലുത് പെരിയത്. അപ്പൊ പെരിയാർ നമുക്ക് കിട്ടും. സിന്നബാർ. മെർക്കുറിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. അപ്പൊ തന്നെ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഓക്കെ, മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, അയണിന്റെ അയിരാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റും. ഓക്കെ, ഇനി കോപ്പറിന്റെ അയിര് ഏതാണ്? കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ് ആണ്. ഓക്കെ, കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ്. കിട്ടിയോ? കോപ്പറിന്റെ അയിര് കുപ്രൈറ്റും മാലക്കൈറ്റും. കോപ്പറിന്റെ അയിരാണ്. അപ്പൊ ഒരു കോപ്പർ കൊണ്ടുള്ള മാല എന്ന് ആലോചിച്ചാൽ പോരെ, കോപ്പർ മാല. അത് വെച്ച് കണക്ട് ചെയ്യാലോ. അപ്പൊ കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. അത് അതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, കോപ്പർ കുപ്രൈറ്റ് ആണെന്ന് അവിടെ തന്നെ കിട്ടും. കോപ്പർ കുപ്രൈറ്റ്. ഓക്കെ, കോപ്പർ കുപ്രൈറ്റ്. അപ്പൊ കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും. എന്താണ്? മെർക്കുറിയുടെ എന്താണ്? സിന്നബാർ. സിങ്കിന്റെ എന്താണ്? സിങ്ക് ബ്ലെൻഡ്. അതായത് തന്നെ കിട്ടും. സിങ്ക് ബ്ലെൻഡ് കിട്ടും. വേറൊന്ന് എഴുതി തരാം, കലാമിൻ അല്ലെങ്കിൽ കലാമിൻ എന്നൊക്കെ വന്ന ഏതാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. അപ്പൊ നമ്മൾ സിങ്കിലിട്ടിട്ട് കലം കഴുകുന്നത് ആലോചിച്ചാൽ, അടുക്കളയിൽ സിങ്ക് ഉണ്ടാവില്ല, അതിലല്ലേ പാത്രങ്ങളൊക്കെ കഴുകുക. അപ്പൊ അതിലിട്ടിട്ട് ഒരു കലം കഴുകുന്നത് ആലോചിച്ചാൽ സിങ്ക് കലാമിൻ നമുക്ക് അവിടെ കിട്ടും. സിങ്ക് കലാമിൻ കിട്ടി. അലുമിനിയം AB അല്ലെങ്കിൽ അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റും, കോപ്പർ കുപ്രൈറ്റ് മാലക്കൈറ്റ്, മെർക്കുറി സിന്നബാർ. പിന്നെ ഏതാ പഠിച്ചു? സിങ്ക് ബ്ലെൻഡും കലാമിനും. സിങ്കിന്റെ എന്താണ്? സിങ്ക് ബ്ലെൻഡ് ആണ്. നിങ്ങൾക്ക് അറിയും, സിങ്ക് ബ്ലെൻഡ് അല്ലേ? അതൊക്കെ പഠിപ്പിച്ചു തരണം. പിന്നെ എന്താണ്? കലാമിൻ മാത്രം പഠിച്ചാൽ പോരെ, കലാമിൻ. ഓക്കെ, കലാമിനും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി തോറിയത്തിന്റെ എന്താണ്? മോ. അതിനിപ്പോ അങ്ങനെ പറഞ്ഞത് തോറിയവും മോണോസൈറ്റുമാണ്. അപ്പൊ ആ ഒരു ശബ്ദത്തിൽ കണക്ട് ചെയ്താൽ മതി. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. തോറിയം മോണോസൈറ്റ്. അപ്പൊ അതും കിട്ടി. തോറിയം മോണോസൈറ്റ്. അയൺ എന്താണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അലുമിനിയം ബോക്സൈറ്റ്, കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും. പിന്നെ ഏത് പഠിച്ചു? അയൺ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റ് ഉണ്ട്. പിന്നെ സിങ്ക് ബ്ലെൻഡും കലാമിനും, മെർക്കുറി സിന്നബാർ. ഓക്കെ, മെർക്കുറി സിന്നബാർ, തോറിയം മോണോസൈറ്റ്. ഏകദേശമൊക്കെ പഠിച്ചില്ല. ഏകദേശം പ്രധാനപ്പെട്ട അയിരുകളൊക്കെ പഠിച്ചു. ഓക്കെ, മാലക്കൈറ്റ്, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഏകദേശം അയിരുകളൊക്കെ കിട്ടിയല്ലോ. പ്രധാനപ്പെട്ട അയിരുകൾ കിട്ടിയല്ലോ. ഏതിൻ്റെയൊക്കെ അയിരാണെന്നുള്ളത് കിട്ടിയല്ലോ. ഏതെങ്കിലും ഞാൻ വിട്ടുപോയോ? അയണിന്റെ അയിര് പറഞ്ഞു, കോപ്പറിന്റെ അയിര് പറഞ്ഞു, മെർക്കുറിയുടെ അയിര് പറഞ്ഞു, തോറിയത്തിന്റെ അയിര് പറഞ്ഞു, സിങ്കിന്റെ അയിര് പറഞ്ഞു, സിങ്ക് ബ്ലെൻഡ് കലാമിൻ. ഏതെങ്കിലും വിട്ടുപോയോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം കമന്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഏതാണ് ഡൗട്ട് ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്നതാവുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. ഏതെങ്കിലും ഞാൻ വിട്ടുപോയോന്ന് അറിയില്ല. ഏതെങ്കിലും അയിര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ, സോറി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാ? അത് നമുക്ക് ചോദ്യം വരാറുണ്ട്. F ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ, ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ, ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ, അല്ലേ? പിന്നെ ഏതാണ്? പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ. നമുക്ക് പഠിക്കാം. ഈ F വെച്ചിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു തരട്ടെ. ഫോർട്ട് എന്ന് കണക്ട് ചെയ്യോ? ഫോർട്ട്. ഓക്കെ, ഫോർട്ട് എന്ന് F വെച്ച് കണക്ട് ചെയ്തോ. സെറ്റ് ആണല്ലോ. ഫോർട്ട് വെച്ചിട്ട് F-നെ കണക്ട് ആയി. ഫോർട്ട് എന്താണ്? ഫോർട്ട് പറഞ്ഞാൽ എന്താണ്? കോട്ട. ഈ കോട്ട വെച്ചിട്ട് ഏതെങ്കിലും വാക്ക് ഇവിടെ കാണുന്നുണ്ടോ?
ഏതാണ്? ഏതെങ്കിലും കായൽ ഇവിടെ കോട്ട വെച്ച് കാണുന്നുണ്ടോ? ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, ശാസ്താംകോട്ട കായലാണ് എന്താണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ. അപ്പൊ എഫ് ഫോർ എന്താണ്? ഫോർട്ട് ആണ്. എഫ് ഫോർ ഫോർട്ട്. ഫോർട്ട് എന്താണ്? കോട്ട. ശാസ്താംകോട്ട ഫോർട്ട് എഫ് അല്ലേ? അപ്പൊ ഫോർട്ട് എന്ന് എഴുതാൻ ശാസ്താംകോട്ട കായൽ എന്ന് എഴുതാൻ വേണ്ടി ഫോർട്ട് എഴുതിയപ്പോൾ അതിനെ എഫ് ആകൃതിയായി എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാലും കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാലും ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എവിടെ ഉണ്ടാവുക? രാജാവിന്റെ കോട്ടയിലാണ് രാജ്ഞി ഉണ്ടാവുക. അപ്പൊ അവിടെ നമുക്ക് കോട്ട കണക്ട് ആയി. അപ്പൊ കോട്ടക്ക് ഫോർട്ട് എന്ന് പറയുമ്പോൾ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഏതാ? പനയോല, നീരാളി. ഓക്കെ, പന വരക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബാക്ക് അടിച്ച്. ഇത് കണ്ടോ? പനയോല. ഇത് പനയോലയാണേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേലും ആണ്. ഓക്കെ, ആണ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചോ, മനസ്സിൽ ഫിക്സ് ചെയ്തോ, ഇതാണ്. ഓക്കെ, ഇത് പനയുടെ ഓലയാണ്. അപ്പൊ പനയോല, ഈ പനയുടെ ഓല, പനയുടെ എന്താണ്? മുടിയല്ലേ? പനയുടെ മുടിയല്ലേ ഈ പനയ്ക്ക് ഓല എന്ന് പറയുന്നത്? പനയുടെ അറ്റത്ത് പോയിട്ട് ഇങ്ങനെ മുടി പോലെ നിൽക്കുന്നതാണ് പനയുടെ ഓല അല്ലേ? ഇനി അതുപോലെ തന്നെ മുടി പോലെ നിൽക്കുന്നതാണ് നീരാളിയുടെ കാലുകളും. ഇത് കണ്ടോ? നീരാളിയുടെ കാലുകൾ ഇങ്ങനെ മുടി പോലെ നിൽക്കല്ലേ? എന്താ? ഇത് തലയാണ്. ഇവിടുന്ന് ഇങ്ങനെ മുടികൾ വരുന്ന ആലോചിച്ചു. ഇവിടെ ചെവിയൊക്കെ വെച്ചപ്പോൾ ശരിക്കും തലയായില്ലേ? ഓക്കെ, ഇപ്പം 2 കണ്ണൊക്കെ വരച്ച. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? നീരാളിയുടെ കാലുകൾ എന്തുപോലെ? മുടി പോലെയാണ്. മുടി വെച്ച് ഏതെങ്കിലും കായലുകൾ കിട്ടുന്നുണ്ടോ? ഏതാണ്? അഷ്ടമുടിക്കായലാണ്. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. ഓക്കെ, കോട്ട ഫോർട്ടാണ്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ഏത് കായൽ? പനയോല, നീരാളി രണ്ടും എന്താ? മുടി വെച്ച് കണക്ട് ചെയ്ത അഷ്ടമുടിക്കായൽ. ഇനി പിന്നെ ഏതാണ്? ഇന്ത്യയുടെ ആകൃതിയിലാണ് പൂക്കോട് തടാകം. ഓക്കെ, ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് പൂക്കോട് തടാകം അല്ലേ? കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏതാന്ന് ചോദിച്ചാലും പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാലും പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാന്ന് ചോദിച്ചാലും പൂക്കോട് തടാകം. അപ്പൊ പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായലാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ. ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് പൂക്കോട് തടാകം. ഇന്ത്യ പൂക്കോട് തടാകം. ഹൃദയത്തിന്റെ ആകൃതിയിലാണ് മേപ്പാടി കായൽ. ഓക്കെ, ഹൃദയത്തിന്റെ ആകൃതിയിലാണ് മേപ്പാടി കായൽ. ഹൃദയം, മേപ്പാടി. ഹൃദയത്തിന്റെ ആകൃതിയിലാണ് മേപ്പാടി കായൽ. അപ്പൊ പാടി, മേപ്പാടി. ഓക്കെ, നമ്മൾ ഈ മറ്റേ ലവേഴ്സ് ഒക്കെ ഇപ്പോൾ സിനിമയിലൊക്കെ ലവേഴ്സ് എന്താണ്? പാടിയിട്ടാണ് ഹൃദയം കൈമാറുക. അങ്ങനെ ആലോചിച്ചൂടെ? അപ്പൊ ഹൃദയത്തിന്റെ ആകൃതി, ഹൃദയം കൈമാറുന്നത് പാടിയിട്ടല്ലേ? അപ്പൊ മേപ്പാടിക്കായലല്ലേ? മേപ്പാടിക്കായൽ. അപ്പൊ അതും കണക്ട് ആയി, ഏകദേശം കണക്ട് ആയില്ല. അപ്പോൾ ഹൃദയത്തിന്റെ ആകൃതി മേപ്പാടിക്കായലും ഇന്ത്യയുടെ ആകൃതി പൂക്കോട് തടാകം. ഇന്ത്യയുടെ ആകൃതി പൂക്കോട് തടാകം. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് മുടിക്കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും അഷ്ടമുടിക്കായലാണ്. പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് ഏത് കായലാന്ന് ചോദിച്ചാലും അഷ്ടമുടിക്കായലാണ്. ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാന്ന് വെച്ചാലും ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാന്ന് വെച്ചാൽ വേമ്പനാട്ട് കായലാണ്. ഓക്കെ, കേരളത്തിൽ എത്ര കായലുകൾ എന്ന് ചോദിച്ചാൽ 34 കായലുകളാണ്. കായലുകളെ കുറിച്ചുള്ള പഠനം എന്താന്ന് വെച്ചാൽ ലിംനോളജിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏകദേശം കായലുകളുടെ ഒരു ഷേപ്പുകൾ കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏത്? ആദ്യത്തെ ഓപ്ഷൻ തന്നെ പെടൂല. ഓക്കെ, ചന്ദ്രലക്ഷ എന്തിൻ്റെയാണ്? തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇതൊക്കെ തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. നമുക്ക് ആലോചിച്ച് നോക്കാം. ഇത് കണ്ടോ? ഇങ്ങനെ തെങ്ങ് ഇവിടെ ഉണ്ട്. തെങ്ങും പനയും വരക്കൽ തന്നെ എൻ്റെ പണി. അപ്പൊ തെങ്ങ് ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് ആലോചിക്കുക. ഇത് തെങ്ങ്. നമ്മൾ രാത്രി ഇങ്ങനെ തെങ്ങിന്റെ ഇടയിലൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരെ കാണും? രാത്രി നോക്കിയാൽ സൂര്യനെ കാണൂല. അപ്പൊ ആരെ കാണും? ചന്ദ്രനെ കാണും അല്ലേ? രാത്രി നോക്കി അങ്ങനെ തെങ്ങിന്റെ ഇടയിലൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെയും കാണും. പിന്നെ ഇവിടെ അങ്ങനെ കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ അതിന്റെ ചുറ്റുമായിട്ട് നിൽക്കണവും കാണും. ഓക്കെ, നക്ഷത്രങ്ങളാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ, എന്താണ്? ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യോ? നിങ്ങളൊരു ചിത്രം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുപോകാം കേട്ടോ. എന്താണ്? ഒരു തെങ്ങിന്റെ ഇടയിലൂടെ രാത്രി നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണും? എന്താണ്? ചന്ദ്രനെ കാണും, കൂടെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും കാണും. ഈ പേര് വെച്ച് ഞാൻ 3 പേര് പഠിപ്പിച്ചു തരാം. തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ. ഓക്കെ, ചന്ദ്രലക്ഷ. ഈ ചന്ദ്രനെ വെച്ച് ഒരു പേരും കൂടി ഉണ്ട്, ചന്ദ്രശങ്കര.
ചന്ദ്ര, ശങ്കര, ഒരെണ്ണം കൂടി ഉണ്ട്, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാണ് ലക്ഷഗംഗ. അപ്പൊ തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇനി തെങ്ങ് എന്ന് കണ്ട് സങ്കര ഇനം ചോദിച്ചാൽ എന്താലോചിക്കണം മനസ്സിൽ? നമ്മൾ എന്താലോചിക്കും? നമ്മൾ ആലോചിക്കും രാത്രി തെങ്ങിന്റെ ഇടയിലൂടെ നോക്കിയാൽ എന്തിനെയോ കാണുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഓക്കെ, അപ്പൊ അത് കണക്ട് ആയി. ഇനി നെല്ലിന്റെ സങ്കര ഇനങ്ങൾ ഒപ്പം പറഞ്ഞു വരൂ, എന്റെ കൂടെ പറഞ്ഞു വന്നാൽ ഇവിടെ നമുക്ക് സെറ്റ് ആക്കിയിട്ട് പോവാം. ഓക്കെ, ഒരെണ്ണം മാത്രം ഞാൻ പറഞ്ഞുതരാം. അന്നപൂർണ്ണ അല്ലേ? അന്നപൂർണ്ണ നെല്ലിന്റെ സങ്കര ഇനമാണ്. ഓക്കെ, അന്നപൂർണ്ണ. അന്നം ആലോചിച്ചാൽ പോരെ, നെല്ല്, അരി, അന്നം, അത്ര കണക്റ്റ് ആയോ? ഇനി ഞാനൊരു ഗ്രൂപ്പിനെ ഒപ്പം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഒരു ഗ്രൂപ്പിനെ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. ഒന്നുകൂടെ വാ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. അപ്പൊ ഈ ഗ്രൂപ്പിനെ നമ്മൾ കിട്ടി. കാരണം ഒപ്പം പറഞ്ഞു വന്നപ്പോൾ നമുക്ക് കിട്ടി പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. ഇതൊക്കെ ഒരു ടീമിലുള്ള ആൾക്കാരാ. ഏത് ടീം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അന്നപൂർണ്ണ നെല്ലാണ്. ഓക്കെ, അന്നപൂർണ്ണ നെല്ലാണ്. സുവർണ ചോദിക്കും. വിറ്റാമിൻ എ ഏത് അരിയിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ സുവർണ അരിയാണ് കേട്ടോ, സുവർണ. ഓക്കെ, മത്തന്റെ സങ്കര ഇനം ഉണ്ട് സുവർണ എന്ന് പറഞ്ഞിട്ട്, മത്തനും ഒരു സങ്കര ഇനം ഉണ്ട്. ഓക്കെ, അപ്പൊ പഠിക്കുക നെല്ലിന്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒരു 5 വട്ടം എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യും, സ്പീഡിൽ പറയാം. ഓക്കെ, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. ഒരു 3 വട്ടം കൂടി. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. പറയുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ കൂടെ പറയണേ. ഓക്കെ, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. സെറ്റായി. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ. അന്നപൂർണ്ണ നെല്ലിന്റെ സങ്കര ഇനം. അന്നപൂർണ്ണ കണ്ടാൽ കിട്ടണം, അത് നെല്ലിന്റെ സങ്കര ഇനം ആണ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് ഏതിൻ്റെയൊക്കെ സംഘടനകൾ? വെണ്ട. ഓക്കെ, വെണ്ട. ഓക്കെ, അതിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞുതരാം. വെണ്ട, അർക്ക. അർക്ക വെണ്ടയുടെയാണ്. ഓക്കെ, അർക്ക എന്നത് വെണ്ടയുടെ സങ്കര ഇനമാണ്. അപ്പൊ നമ്മൾ ഈ കോഴിനെയോ അല്ലെങ്കിൽ പോത്തിനെയൊക്കെ അറക്കാൻ പോകുമ്പോൾ ഇതിറ്റകൾക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഒന്നും ഉണ്ടാത്തത്. അഥവാ ഇതിറ്റകൾക്ക് സംസാരിക്കാൻ അറിയുമെങ്കിൽ, നമ്മുടെ മലയാളം ഭാഷ ഇവർക്ക് അറിയുമെങ്കിൽ ഈ കോഴികൾ എന്ത് പറയുമായിരുന്നു? അറക്കാൻ കൊണ്ടുപോകുമ്പോൾ അയ്യോ വേണ്ട വേണ്ട എന്ന് പറയും അല്ലേ? അപ്പൊ അർക്ക വെണ്ട. ഓക്കെ, അർക്ക വേണ്ട വേണ്ട എന്ന് പറയുന്ന ആലോചിച്ചാൽ വെണ്ട, വെണ്ടയുടെ സങ്കര ഇനമാണ് അർക്ക. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കൂടവ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കൂടവ കൂടവ. ഒരു 5 വട്ടം റിപ്പീറ്റ് ചെയ്തു. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. എന്തിന്റെയാണ്? വെണ്ടയുടെ സങ്കര ഇനമാണ്. വെണ്ടയുടെ സങ്കര ഇനമാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അർക്ക എന്ന് ആലോചിച്ചാൽ കിട്ടണം, അയ്യോ വേണ്ട വേണ്ട എന്ന് പറയുന്ന ആലോചിക്കുക. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഇനി പാവലിന്റെ സങ്കര ഇനം ഏതാണ്? പ്രിയങ്ക. ഓക്കെ, പ്രിയങ്ക. പ്രിയങ്ക ഏതിന്റെ സങ്കര ഇനമാണ്? പാവലിന്റെ സങ്കര ഇനമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീതി ഏതിന്റെയാണ്? പാവലിന്റെ സങ്കര. രണ്ടും പ്രാ വെച്ച് കണക്ട് ചെയ്യുന്നത്. മതി. പ്രാ എന്ന് വരുന്നത് പാവലിന്റെയാണ്. ഓക്കെ, അപ്പൊ പ്രീതി, പ്രിയങ്കരിയായ പ്രീതി ഒരു പാവാണെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രിയങ്കരിയായ മയിൽ ഒരു പാവാണെന്ന് ആലോചിക്കണേ. മയിൽ അതെന്തിനാണ്? മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് താവോ ക്രിസ്റ്റാറ്റസ്. അപ്പൊ പ്രിയങ്കരിയായ മയിൽ ആളൊരു പാവാണ്. 3 കാര്യങ്ങൾ ഒപ്പം പഠിച്ചു. ഒന്ന്, പ്രിയങ്ക പാവലിന്റെ സങ്കരയിനാണ്, പാവമാണ്. മയിൽ എന്തിനാണ്? പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. അപ്പൊ അത് രണ്ടും അവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രിയങ്ക, പ്രീതി എന്നിവ ഏതിന്റെയാണ്? പാവലിന്റെ സങ്കരയിനാണ്. ഇനി പയറിന്റെ സങ്കരയിനം പറയട്ടെ. പയറിന്റെ ഏതാണ്? ലോല. ഒരു പാട്ടാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. കൂടെ പഠിക്കോ? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇത് നമ്മൾ LGSന്റെ ഒക്കെ ക്ലാസ് ഇട്ട സമയത്ത് ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ഇത് കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വോയിസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഒരു മനസ്സറിഞ്ഞ് കേട്ടിരുന്നാൽ മതി. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഏതാണ്? പയറിന്റെയാണ്. ഇനി ഈ ഗ്രൂപ്പ് പയറിന്റെ നമ്മൾ എങ്ങനെ പഠിക്കും? പയർ കൊണ്ടൊരു മാല ഉണ്ടാക്കണത് ആലോചിച്ചാൽ മതി. പയർ നമുക്കറിയാം ഇങ്ങനെ നീണ്ട് വള്ളി പോലെ കിടക്കുന്നതല്ലേ പയർ. അപ്പൊ അതുകൊണ്ട് വള്ളി ഇങ്ങനെ കൂട്ടി കെട്ടി ഒരു മാല ഉണ്ടാക്കുക ആലോചിച്ചാൽ മതി. അപ്പൊ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അത് ഏതിന്റെയാണ്? പയറിന്റെ സങ്കരയിനം. ഇനി തക്കാളിയുടെ സങ്കരയിനം നമ്മൾ പഠിക്കേണ്ടത്. തക്കാളി, അക്ഷയ, അനഘ, മുക്തി. ഓക്കെ, അക്ഷയ, അനഘ, മുക്തി. ഈ അക്ഷയക്കും അനഘക്കും തക്കാളി ഇല്ലാണ്ട് മുക്തി കിട്ടൂല എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ എന്താണ്? അക്ഷയ, അനഘ എന്ന് പേരുള്ള 2 മുത്തിമാരുണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. പാലക്കാടൊക്കെ മുത്തശ്ശിമാരെ മുത്തി എന്ന് പറയും. അങ്ങനെ കണക്ട് ചെയ്തു നോക്കുക. അല്ലെങ്കിൽ അക്ഷയക്കും അനഘക്കും തക്കാളി ഇല്ലാതെ മുക്തി കിട്ടൂല. ഓക്കെ, അക്ഷയ, അനഘ, മുക്തി. 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 അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ തെങ്ങ് പഠിച്ചു, നെല്ല് പഠിച്ചു, പാവല് പഠിച്ചു, പിന്നെ ഏതൊക്കെ പഠിച്ചു? തക്കാളി പഠിച്ചു, വെണ്ട പഠിച്ചു, പയർ പഠിച്ചു. ഇത്രയും സങ്കര ഇനങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓക്കെ, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ്. വേദാധികാര നിരൂപണം. ഇതെന്തായാലും അറിഞ്ഞു വെക്കണേ. നിങ്ങൾ കേരള നവോത്ഥാനം പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൃതികൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം, പിന്നെ ശിവശതകം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം രചിച്ച കൃതി ഏതാന്ന് വരെ ചോദ്യം വന്നിട്ടുണ്ട്. നവമഞ്ചരിയാണ്. ഏതാണ്? നവമഞ്ചരി. അപ്പൊ പഠിച്ചല്ലോ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പറഞ്ഞു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ്. ചോദ്യം വരും. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏത്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ദൈവദശകം, ശിവശതകം, ആത്മോപദേശ ശതകം, ദർശനമാല, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ആത്മോപദേശ ശതകം എന്ന കൃതിയിലൂടെയാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന ആശയം ഗുരു മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ എന്ന വരികൾ ഗുരു പറഞ്ഞത് എവിടെയെന്ന് വെച്ചാൽ ഏതിലാണ്? ആത്മോപദേശ ശതകം എന്ന കൃതിയിലാണ്. ഇനി അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ശിവപ്രതിഷ്ഠ ശിവശതകം കിട്ടുമല്ലോ. ശിവപ്രതിഷ്ഠ ശിവശതകം. അപ്പൊ അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ദൈവദശകം, ദർശനമാല, പിന്നെ ഏതാണ്? ജാതി മീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആരുടെ വരികൾ, ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഓക്കെ, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതൊക്കെ ആരാന്ന് ചോദിച്ചാലും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആലുവ സർവ്വമത സമ്മേളനത്തിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയം. അല്ലേ? എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയമാണ് എന്താണ്? അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന ആശയം കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വെച്ചതാണ്. എന്താണ്? യു ആർ യുവർ സെൽഫ് ഗോഡ്. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ നമുക്ക് നോക്കാം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, ഇതൊക്കെ ആരുടെ വരികളാണ്? ജാതി മീമാംസ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്. അല്ലെ, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഓക്കെ, ഈ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ആരുടെ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ ഏത് കൃതിയെ കുറിച്ചാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? വേദാധികാര നിരൂപണം എന്ന കൃതിയെ കുറിച്ചാണ്. എന്താണ്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഓക്കെ, അത് ഏതാണ്? വേദാധികാര നിരൂപണം. സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതിനെ പറ്റി പറയുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? ആദിഭാഷ, പ്രാചീന മലയാളം, അല്ലെ, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ആരുടെ? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഏതൊക്കെയാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ ക്രിസ്തുമത ഛേദനം, അല്ലെ, ക്രിസ്ത്യൻ മിഷനറിമാര് അന്ന് മതപരിവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു, അതിനെ എതിർത്തുകൊണ്ടാണ് ക്രിസ്തുമത ഛേദനം. ആദിഭാഷ, ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്നതാണ് ആദിഭാഷ. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. പ്രധാനമായിട്ടും ഈ വേദാധികാര നിരൂപണം എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവണം. ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളുടെ കൃതികളുണ്ട്. അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ, അതും കൂടെ പഠിച്ചു വെക്കാം കേട്ടോ. അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ എന്നിവ ആരുടെ കൃതികളാണ്? വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെയും കിട്ടി, ചട്ടമ്പി സ്വാമികളുടെയും കിട്ടി. ചട്ടമ്പി സ്വാമികളുടെ ഒരു വട്ടം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു തരുമോ? വേദാധികാര നിരൂപണം, ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, പ്രാചീന മലയാളം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. ഏതാണ്? നവമഞ്ചരി. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി ചൂർണി, പൂർണ്ണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏത്? നദികളും കുറച്ച് വിശേഷണങ്ങളും നമുക്ക് നോക്കി വെക്കാം. ചൂർണി, പൂർണ്ണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ഓപ്ഷൻ എ പെരിയാറാണ്. അല്ലേ, ശങ്കരാചാര്യർ ചൂർണി എന്നും, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദിയാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഓക്കെ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. അപ്പോൾ പഠിച്ചു, കേരളത്തിന്റെ ജീവരേഖ എന്ന് തന്നിട്ട് പുറത്ത് ബോക്സിൽ തന്ന പെരിയാർ എന്ന് തന്ന എന്താണ്? ശരി ഉത്തരമാണ്. പമ്പ എന്ന് തന്ന തെറ്റാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. അപ്പൊ കേരളത്തിന്റെ ജീവരേഖ, ചൂർണി, പൂർണ്ണ എന്നീ വിശേഷണങ്ങളുള്ള നദിയാണ് പെരിയാർ. ഓക്കെ, കേരളത്തിന്റെ ജീവരേഖ, ചൂർണി,
പൂർണ്ണ എന്നീ വിശേഷണങ്ങളുള്ളത് പെരിയാറിനാണ്. ഇനി പമ്പയ്ക്ക് എന്താണ്? കേരളത്തിന്റെ ജീവനാഡി, തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി ദക്ഷിണ ഭഗീരഥി, അല്ലെ? ദക്ഷിണ ഭഗീരഥി. അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാന്ന് ചോദിച്ചാലും പമ്പയാണ്. ഒന്നും കൂടെ പറഞ്ഞു പോവാം. തിരുവിതാംകൂറിന്റെ ജീവനാഡി, ദക്ഷിണ ഭഗീരഥി, ബാരിസ് എന്നീ പേരുകൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ പുണ്യ നദി എന്ന് ചോദിച്ചാലും പമ്പയാണ്. എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പമ്പ നദിയാണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു പോവാം. കേരളത്തിന്റെ ജീവരേഖ, തിരുവിതാംകൂറിന്റെ ജീവനാഡി, പിന്നെ അതുപോലെ തന്നെ ബാരിസ്, ദക്ഷിണ ഭഗീരഥി, അതുപോലെ തന്നെ കേരളത്തിന്റെ പുണ്യനദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നതാണ് പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി പമ്പ, കേരളത്തിന്റെ ജീവരേഖ പെരിയാർ. തിരുവിതാംകൂറിന്റെ ജീവനാഡി ബാരിസ്, ദക്ഷിണ ഭഗീരഥി, പുണ്യനദി എന്നൊക്കെ അറിയപ്പെടുന്നത് പമ്പ. ഓക്കെ, അപ്പൊ പമ്പയും പെരിയാറും കിട്ടി. പെരിയാർ എന്താണ്? കേരളത്തിന്റെ ജീവരേഖ എന്നും, പിന്നെ ഏതാണ്? ചൂർണി, പൂർണ്ണ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. അതിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്കറിയാം. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒക്കെയാണ് ഒഴുകുന്നത്. അപ്പൊ അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഏറ്റവും വലിയ നദി പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നും ചൂർണി എന്നും പൂർണ്ണ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ദക്ഷിണ ഭഗീരഥി, ബാരിസ്, അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ജീവനാഡി, കേരളത്തിലെ പുണ്യനദി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് പമ്പ. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി ഭാരതപ്പുഴ, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയും ഭാരതപ്പുഴയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ എന്ന് എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചതും ഭാരതപ്പുഴയാണ്. അപ്പൊ എന്താണ്? നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ. മെയിൻ ആയിട്ടും കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിക്കും. അതേതാണ്? ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ. നിള നമുക്കറിയാം. നിളയുടെ കഥാകാരൻ നമ്മൾ പഠിച്ചു, MT ആണ്. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. കൂടെ പഠിച്ചു വെക്കുക. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നതും? നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? ഭാരതപ്പുഴയാണ്. ഓക്കെ, കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ അറിയോ? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. പിന്നെയും ഒരു ചോദ്യം വരും, മഞ്ഞ നദി, കുറ്റ്യാടിപ്പുഴ. ഓക്കെ, കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിക്കും. അപ്പൊ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് വെച്ചാൽ മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴയാണ് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി. ആരാണ്? മയ്യഴി ഗാന്ധി. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ ആണ് കേട്ടോ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ഓക്കെ, അപ്പൊ അതും പഠിച്ചു. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇംഗ്ലീഷ് ചാനൽ. അല്ല, ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ പഠിച്ചു. ചൂർണി, പൂർണ്ണ, കേരളത്തിന്റെ ജീവരേഖ, അതൊക്കെ ഏതാ? ഇനി നിങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിക്കാം. അതേതാ? ചൂർണി, പൂർണ്ണ, കേരളത്തിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. നൈൽ, നിള, പൊന്നാനിപ്പുഴ, അല്ലെ, ശോകനാശിനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന, പേരാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഭാരതപ്പുഴ. തിരുവിതാംകൂറിന്റെ ജീവനാഡി, അതുപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നും പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിലും ഒക്കെ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? അത് പമ്പ, അല്ലെ? പമ്പ. ഈ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ കുട്ടനാട്. അതുകൂടെ പഠിച്ചു വെക്കുക. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അപ്പൊ പമ്പ വരെ കിട്ടി. പിന്നെ നമ്മൾ ഇത് പഠിച്ചു, കുറ്റ്യാടിപ്പുഴ, അല്ലെ? കുറ്റ്യാടിപ്പുഴ എന്താണ്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു, ഇംഗ്ലീഷ് ചാനൽ, പലവട്ടം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. അപ്പൊ അത്ര കാര്യങ്ങൾ പുഴകളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? രോഗങ്ങളും അതിന്റെ വിശേഷണങ്ങളും നോക്കാം കേട്ടോ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാവികരുടെ പ്ലേഗ് വിറ്റാമിൻസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പഠിക്കാണ്ട്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് സ്കർവി. അതാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ D ആണ്. സ്കർവിയാണ് നമ്മുടെ ഉത്തരം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ഇനി നമുക്ക് കുറച്ച് രോഗങ്ങളും വിശേഷണങ്ങളും പഠിക്കാം. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്, കിട്ടിയല്ലോ. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. ഇനി നമുക്ക് കുറച്ച് രോഗങ്ങളും വിശേഷണങ്ങളും നോക്കാം. ഏതാണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്? ബ്ലാക്ക് ഡെത്ത്. ബ്ലാക്ക് ഡെത്ത്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്ലേഗ് ആണ്. പ്ലേഗ് ആണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. പ്ലേഗ് ആണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. അപ്പൊ ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് പ്ലേഗ് ആണ്. കറുത്ത മരണം പ്ലേഗ് ആണ്. കറുത്ത മരണം പ്ലേഗ് ആണ്. അപ്പൊ ഏതാണ്? ബ്ലൂ ഡെത്ത്. ബ്ലൂ ഡെത്ത്. ബ്ലൂ ഡെത്ത് ഏതാണ്? ബ്ലൂ ഡെത്ത് കോളറയാണ് കേട്ടോ. കോളറ. ഓക്കെ,
ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറ. ബ്ലാക്ക് ഡെത്ത് ഏതാണ്? ബ്ലാക്ക് ഡെത്ത് ഏതാണ്? ബ്ലാക്ക് ഡെത്ത് പറയും. ബ്ലാക്ക് ഡെത്ത് ഏതാണ്? പ്ലേഗ് ആണ്. ബ്ലാക്ക് ഡെത്ത് പ്ലേഗും ബ്ലൂ ഡെത്ത് ഏതാ? നീല മരണം ഏതാന്ന് ചോദിച്ചാൽ കോളറ. അപ്പൊ നീല കളർ, കോളറിൽ ഇങ്ങനെ നീല കളർ ഉജാല പിടിക്കുന്നത് ആലോചിച്ചാൽ പോരെ. അപ്പൊ നമ്മൾ ഷർട്ടൊക്കെ ഇങ്ങനെ അലക്കാനിട്ട്, ഒരു വെള്ള ഷർട്ട് അലക്കാനിട്ടിട്ട് അതിന്റെ കോളർ മുഴുവൻ നീല കളറായി. എന്തുകൊണ്ടാണ്? ഉജാലയിൽ ഇട്ടതുകൊണ്ട് കോളർ മുഴുവൻ നീല കളർ പിടിച്ചു എന്ന് ആലോചിച്ചാൽ. അപ്പൊ നീല മരണം കോളറ, നീല മരണം കോളറ, കറുത്ത മരണം പ്ലേഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. രോഗങ്ങളുടെ രാജാവ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. രോഗങ്ങളുടെ രാജാവ്, രോഗങ്ങളുടെ രാജാവ് ഏതാണ്? ക്ഷയം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. രോഗങ്ങളുടെ രാജാവ് ക്ഷയവും രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയമാണ്. അപ്പൊ പഠിച്ചു വെച്ചോ, രോഗങ്ങളുടെ രാജാവ് ക്ഷയം, രാജകീയ രോഗം ഹീമോഫീലിയ. രോഗങ്ങളുടെ രാജാവ് ക്ഷയം, രാജകീയ രോഗം ഹീമോഫീലിയ. ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം പ്ലേഗ്, ബ്ലൂ ഡെത്ത് അഥവാ നീല മരണം കോളറ. ഓക്കെ, നാവികരുടെ പ്ലേഗ് സ്കർവി. ഓക്കെ, നാവികരുടെ പ്ലേഗ് സ്കർവി. ഇനി ബ്രേക്ക് ബോൺ ഫീവർ ഏതാണ്? ബ്രേക്ക് ബോൺ ഫീവർ അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ബ്രേക്ക് ബോൺ ഫീവർ, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, കറുത്ത മരണം പഠിച്ചു വെക്കണം, പ്ലേഗ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ഓക്കെ, മദ്രാസ് ഐ ഏതാണ്? മദ്രാസ് ഐ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഐ എന്താണ്? കണ്ണ്, ചെങ്കണ്ണാണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചെങ്കണ്ണ്. മദ്രാസ് ഐ ഏതാണ്? ചെങ്കണ്ണാണ് മദ്രാസ് ഐ. നിശബ്ദനായ കാഴ്ചാപഹാരൻ ചോദ്യം വരും. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഗ്ലോക്കോമ കേട്ടോ. നിശബ്ദനായ, അത് കണ്ട ഗ്ലോക്കോമ കുത്തിക്കോ. നിശബ്ദനായ കാഴ്ചാപഹാരൻ. ഓക്കെ, നിശബ്ദനായ കാഴ്ചാപഹാരൻ ഏതാണ്? ഗ്ലോക്കോമ. റിപ്പീറ്റ് ചെയ്യണേ. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഏതാണ്? ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഗ്ലോക്കോമ. മദ്രാസ് ഐ ഏതാണ്? മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ഏതാണ്? മദ്രാസ് ഐ ചെങ്കണ്ണാണ്. മദ്രാസ് ഐ ചെങ്കണ്ണ്. ഓക്കെ, നാൽക്കാലി രോഗം ഏതാണെന്നറിയോ? നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ്. ഓക്കെ, നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്ത്രാക്സ് ആണ്. നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ് കേട്ടോ. നാൽക്കാലി രോഗം ആന്ത്രാക്സിനാണ്. നിശബ്ദനായ കാഴ്ചാപഹാരനാണ് ഗ്ലോക്കോമ. പഠിച്ചു വെക്കണേ, നിശബ്ദനായ കാഴ്ചാപഹാരൻ. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നതാണ് എലിപ്പനി. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനി. കർഷകരുടെ രോഗം എലിപ്പനി. പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ പനിയാണ്. ബാക്കിയൊക്കെ വൈറസ് പനികളാണ് അല്ലേ. നിപ്പ വൈറസ് അല്ല, ഡെങ്കിപ്പനി, അങ്ങനത്തെ പന്നിപ്പനി, പക്ഷിപ്പനി, ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്. പക്ഷേ ഈ ഒരു പനി മാത്രം, എലിപ്പനി മാത്രം ബാക്ടീരിയയാണ്. പിന്നെ വൈറസ് കിട്ടാൻ വേണ്ടി ഞാൻ വൈറസിന്റെ ക്ലാസ്, നമ്മൾ രോഗങ്ങളും പകരുന്ന മറ്റേ വൈറസ്, അതുപോലെ തന്നെ ഫംഗസ്, ഈ രോഗങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ താഴെ ഇതിന്റെ ലിങ്ക് കൊടുക്കുക. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. നമ്മളത് ഏകദേശം കോഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നിപ്പ വൈറസ്, കൊറോണ വൈറസ്, പോളിയോ വൈറസ്, ഇതിന്റെ ഒക്കെ ഒപ്പം നമുക്കറിയാം അത് വൈറസ് ആണെന്ന്. എന്നിട്ട് പോയിട്ട് അത് ബാക്ടീരിയയിൽ കുത്തരുത്. അതിനുവേണ്ടി പറഞ്ഞു തന്നാണ്. അപ്പൊ നിപ്പ, കൊറോണ, പോളിയോ, ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്. പ്രധാനപ്പെട്ട പനികളൊക്കെ വൈറസ് രോഗങ്ങളാണ്, ഒരു പനി ഒഴികെ. ആ ഒരു പനിയാണ് എലിപ്പനി. എന്താണ്? കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ഏതാണ്? പറങ്കിപ്പുണ്ണ് എന്നറിയാം. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. അപ്പൊ പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. മറക്കൂലല്ലോ, പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ് ആണ്. ചതുപ്പ് രോഗം ചോദിക്കുക. ചതുപ്പ് രോഗമാണ് മലമ്പനി. ഓക്കെ, ചതുപ്പ് രോഗം ഏതാന്ന് ചോദിച്ചാൽ മലമ്പനിയാണ്. ചതുപ്പ് രോഗം മലമ്പനി, നാൽക്കാലി രോഗം ആന്ത്രാക്സ്, കർഷകരുടെ രോഗം എലിപ്പനി അല്ലേ. അപ്പൊ ഇത്ര കാര്യങ്ങൾ കിട്ടി. കറുത്ത മരണം ഏതാണ്? പ്ലേഗ് ആണ്. ബ്ലൂ ഡെത്ത്, നീല മരണം ഏതാണ്? കോളറയാണ്. ഇത്ര കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ പഠിക്കണം. പിന്നെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണം, എഴുതി വെക്കണം. കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യണം. കൂടെ ഞാൻ പറയുമ്പോൾ അത്രയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. തൊണ്ടയിലെ മുള്ള് ചോദ്യം വരും. തൊണ്ടയിലെ മുള്ള് ഏതാണ്? ഡിഫ്തീരിയാണ്.
തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്നത്. അപ്പൊ തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദ്യം വന്നാൽ ഏതാണ്? ഡിഫ്തീരിയ. തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയാണ്. അപ്പൊ അതും കിട്ടി. ഓക്കെ, ഇനി സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാന്ന് നോക്കട്ടോ. സ്ലിം ഡിസീസ്. ഓക്കെ, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് ഏതാണ്? എയ്ഡ്സ് ആണ്. അപ്പൊ അത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി. ഇത്ര കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇത്രയും രോഗങ്ങളും അതിന്റെ അപരനാമങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് കേട്ടല്ലേ? ഏതാണ്? മദ്രാസ് ഏതാണ്? ചെങ്കണ്ണാണ്. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഗ്ലോക്കോമയാണ്. ചതുപ്പ് രോഗം മലമ്പനിയാണ് അല്ലേ? എന്താ സിഫിലിസ് ആണ് പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത്. ആന്ത്രാക്സ് ആണ് നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത്. അപ്പൊ എല്ലാതും പഠിച്ചു വെക്കാം. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ് കേട്ടോ. നാവികരുടെ പ്ലേഗ് സ്കർവി. അപ്പൊ ഏകദേശം ഇമ്പോർട്ടൻ്റ് അതൊക്കെ നമ്മൾ പറഞ്ഞു പോയി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൈഗ എവിടെയാണ്? കൈഗ ആണവ നിലയങ്ങളെ കുറിച്ചാണ് നോക്കാം. കൈഗ എവിടെയാണ്? കൈഗ കൈഗ കർണാടകയിലാണ് കേട്ടോ. കൈഗ കർണാടക. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. അപ്പൊ കാക്ക വെച്ചിട്ട് കണക്ട് ചെയ്യുക. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കൈഗ കൈഗ കർണാടക. ഓക്കെ, കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കൈഗ കർണാടക. കാക്ക വെച്ച് കിട്ടുമല്ലോ. കൈഗ കർണാടക. കക്രപ്പാറ എവിടെയാണ്? കക്രപ്പാറ ഗുജറാത്തിലാണ്. കക്രപ്പാറ ഗുജറാത്തിലാണ്. കക്രപ്പാറ. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. കക്രപ്പാറ. ഓക്കെ, കക്രപ്പാറ ഗുജറാത്ത്. നറോറ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. നറോറ ഉത്തർ. അപ്പൊ വെച്ച് കണക്ട് ചെയ്യുക. നറോറ ഉത്തർപ്രദേശാണ്. കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്, കക്രപ്പാറ ഗുജറാത്ത്. അപ്പൊ കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഇനി ഒരെണ്ണുണ്ട്, കോട്ട റാവത്ത് പെട്ട്. കോട്ട റാവത്ത് പെട്ട്. നേരത്തെ നമ്മളൊരു കോട്ട പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും കോട്ട പഠിക്കാം. ആരുടെ ആയിരിക്കും കോട്ട? രാജാവിന്റെ കോട്ടയല്ലേ? അപ്പൊ രാജസ്ഥാൻ. കോട്ട റാവത്ത് പെട്ട് രാജസ്ഥാനിലാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, രാജാവിന്റെ കോട്ട. അപ്പൊ കോട്ട റാവത്ത് പെട്ട് രാജസ്ഥാനിലാണ്. കോട്ട റാവത്ത് പെട്ട് രാജസ്ഥാൻ. കൂടംകുളം കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആലോചിച്ച് നോക്കാം? കൂടംകുളം കൽപ്പാക്കം. നമ്മൾ തമിഴിൽ എന്ത് പറയും? ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോന്നൊക്കെ എന്ത് പറയും? ഇന്ത പക്കം വാടാ, അന്ത പക്കം പോടാ. അപ്പോൾ ഇന്ത പക്കം അന്ത പക്കം വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക? കൂടംകുളം കൽപ്പാക്കം എന്നിവ തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. അപ്പൊ കോട്ട ആരുടെ കോട്ട? രാജാവിന്റെ കോട്ട. കോട്ട റാവത്ത് പെട്ട് രാജസ്ഥാനാണ്. അപ്പൊ കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്. ഒപ്പം ഒന്ന് പറഞ്ഞു വരണേ. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കോട്ട ആരുടെ കോട്ട? രാജാവിന്റെ കോട്ട. അപ്പൊ കോട്ട റാവത്ത് പെട്ട് രാജസ്ഥാന്. കൂടംകുളം കൽപ്പാക്കം ഇന്ത പക്കം വാടാ, അന്ത പക്കം പോടാ. അപ്പൊ കൂടംകുളം കൽപ്പാക്കം രണ്ടും തമിഴ്നാടാണ്. പിന്നെ ഏതാണ്? താരാപൂർ ജയ്താപൂർ. അതെവിടെയാണ്? മഹാരാഷ്ട്ര. എവിടെയാണ്? താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. അപ്പൊ ഏതൊക്കെ പഠിച്ചു? കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. പിന്നെ ഏതാണ്? താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. താരാപൂർ ജയ്താപൂർ ഏതാണ്? മഹാരാഷ്ട്രയിലാണ്. താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെ പഠിച്ചു ഒന്നും കൂടെ നോക്കാം. ആദ്യം ഏത് പഠിച്ചു? കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കോട്ട റാവത്ത് പെട്ട് ആരുടെ കോട്ടയാണ്? രാജാവിന്റെ കോട്ടയാണ് അല്ലേ? രാജാവിന്റെ കോട്ട. രാജാവിന്റെ കോട്ട കോട്ട റാവത്ത് പെട്ട്. പിന്നെ ഏതാണ്? കൂടംകുളം കൽപ്പാക്കം ഇന്ദപക്കം അന്തപക്കം എവിടെയാണ്? അപ്പൊ തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. പിന്നെ ഏതാണ്? താരാപൂർ ജയ്താപൂർ എന്നിവ മഹാരാഷ്ട്രയിലുമാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഏകദേശം ആണോ നിലയങ്ങൾ സെറ്റ് ആയാലോ? ഒന്നും കൂടെ പറയണോ? കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത്ത് പെട്ട് എവിടെയാണ്? കോട്ട ആരുടെ കോട്ട? രാജസ്ഥാൻ അല്ലേ? രാജാവിന്റെ കോട്ടയാണ്. പിന്നെ ഏതാണ്? കൂടംകുളം കൽപ്പാക്കം ഇന്ദപക്കം അന്തപക്കം. പാക്കം കൽപ്പാക്കം ഇന്ദപക്കം അന്തപക്കം തമിഴ്നാടാണ്. പിന്നെ ലാസ്റ്റ് ഏതാണ്? താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് സാദിയ, ദുബ്രി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത ഏത്? 5 ദേശീയ ജലപാതകളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നമുക്കൊന്ന് പഠിച്ചാലോ? NW1 ഏതാണ്? NW1 ഇത് ഇവിടെ ഏതാ ചോദിച്ചിരുന്നത്? NW2 ആണ് കേട്ടോ. സാദിയ, ദുബ്രി NW2 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. എന്താണ്? NW2 ആണ്. സാദിയ, ദുബ്രി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ദുബ്രി ദോ, ഏക് ദോ, ഹിന്ദിയിൽ ദോ എന്നുള്ളതിന്. അപ്പൊ ദുബ്രി ദോ വെച്ച് കണക്ട് ചെയ്യുന്നത്. ദുബ്രി ദോ, ദുബ്രി. ഓക്കെ, അപ്പൊ സാദിയ, ദുബ്രി എന്നീ സ്ഥലങ്ങളെ NW2 ആണ്. ഓക്കെ, അപ്പൊ NW1 ഏതാണ്? NW1 അലഹാബാദ്, ഹാൽദിയ. ഓക്കെ, അലഹാബാദ്,
ഹാൽദിയ എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NW1. NW1 ഏതാണ്? അലഹാബാദ്, ഹാൽദിയ. NW2 പറഞ്ഞു പോവുക അല്ലെ, എഴുതണ്ടല്ലോ. NW1 അലഹാബാദ്, ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW2 സാദിയ ദുബ്രി. NW2 സാദിയ ദുബ്രി. NW3 ഏതാണ്? NW3 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതല്ലേ, കൊല്ലം മുതൽ കോഴിക്കോട് വരെ. മുമ്പ് അത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു, ഇപ്പൊ കൊല്ലം മുതൽ കോഴിക്കോട് വരെ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാന്ന് ചോദിച്ചാലും NW3 ആണ്. NW3 ആണ്. അപ്പൊ NW3 കിട്ടിയല്ലോ. അപ്പൊ NW1 A വെച്ചിട്ട്, NW1 അല്ലേ, അപ്പൊ A വെച്ചിട്ടല്ല ആദ്യം പഠിക്കേണ്ടത് A. അപ്പൊ അലഹാബാദ്, ഹാൽദിയ രണ്ടും ഒപ്പം കിട്ടും. അലഹാബാദ്, ഹാൽദിയ, അലഹാബാദ്, ഹാൽദിയ, അലഹാബാദ്, ഹാൽദിയ. ഓക്കെ. 2 സാദിയ ദുബ്രി. ദുബ്രി. അപ്പൊ സാദിയ ദുബ്രി. 3 കൊല്ലം കോഴിക്കോട്. 3 കൊല്ലം കോഴിക്കോട്. 4 ഏതാ? NW4 ഏതാ? NW4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി. ഓക്കെ, കാക്കിനഡ പുതുച്ചേരി. NW4 ആണ് കാക്കിനഡ പുതുച്ചേരി. അപ്പൊ NW1 അലഹാബാദ്, ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW3 കൊല്ലം കോഴിക്കോട്. NW4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി. NW5 താൽച്ചർ ധാംറ. ഓക്കെ, താൽച്ചർ ധാംറയാണ് NW5. താൽച്ചർ ധാംറ. NW4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി. NW5 താൽച്ചർ. NW5 ആണ്, 5 ആണ് താൽച്ചർ ധാംറ. ഓക്കെ, താൽച്ചർ ധാംറ. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ലഖിപൂർ ബംഗ. NW6 ആണ് ലഖിപൂർ ബംഗ. അപ്പൊ NW1 അലഹാബാദ്, ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW3 നമുക്കറിയാം നമ്മുടെ കേരളത്തിലൂടെയാണ്, കൊല്ലം കോഴിക്കോട്. NW4 കാക്കിനഡ പുതുച്ചേരി. NW5 താൽച്ചർ ധാംറ. NW6 ലഖിപൂർ ബംഗ. ഒന്നുകൂടെ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് വരുമോ? NW1 അലഹാബാദ്, ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW3 കൊല്ലം കോഴിക്കോട്. NW4 കാക്കിനഡ പുതുച്ചേരി. NW5 താൽച്ചർ ധാംറ. NW6 ലഖിപൂർ ബംഗ. ഇഷ്ടായോ? ഒന്നുകൂടെ പഠിക്കാം. അപ്പോൾ NW1 അലഹാബാദ്, ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW3 കൊല്ലം കോഴിക്കോട്. NW4 കാക്കിനഡ പുതുച്ചേരി. NW5 താൽച്ചർ ധാംറ. NW6 ലഖിപൂർ ബംഗ. ഓക്കെ, അപ്പൊ 6 ദേശീയ ജലപാതകൾ നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ UN അന്താരാഷ്ട്ര മണ്ണ് വർഷമായി തിരഞ്ഞെടുത്ത വർഷം ഏത്? അന്താരാഷ്ട്ര മണ്ണ് വർഷം. നമ്മൾ മണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം, മണ്ണ് ദിനം, മണ്ണിനെ കുറിച്ചുള്ള പഠനം, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ഓർമ്മല്ലേ? മണ്ണ് വർഷം എപ്പോഴാണ്? 2015 ഓക്കെ, 2015 മണ്ണ് വർഷമാണെങ്കിൽ മണ്ണ് ദിനവും ഒരു 5 അല്ലേ? December 5. മണ്ണ് ദിനം December 5. അപ്പൊ അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അന്താരാഷ്ട്ര മണ്ണ് ദിനം December 5. 2015 December 5. December 15 ഓപ്ഷനിൽ ഉണ്ടാവും, അത് തെറ്റാണ്. പലർക്കും ഡൗട്ട് ഉള്ള ഒരു ഭാഗമാണ്. December 15 അല്ലേ? December 15 അല്ല, December 5. 2015. 2015 മണ്ണ് വർഷം. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ നോക്കാം. മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജിയാണ്. പെഡോളജി അല്ലേ? മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് എന്നും അറിയപ്പെടുന്നു. മണ്ണ് രൂപം കൊള്ളുക പറഞ്ഞാൽ എന്താണ്? മണ്ണ് ജനിക്കുകയാണ്. അപ്പൊ പെഡോജെനിസിസ്. അപ്പൊ അതും കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് വർഷങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് 1968 നോക്കട്ടെ. 1968 എന്താണ്? മനുഷ്യാവകാശ വർഷമാണ്. മനുഷ്യാവകാശ വർഷം. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ. മനുഷ്യാവകാശ വർഷമാണ് 1968. 1968 മനുഷ്യാവകാശ വർഷം. 1968 മനുഷ്യാവകാശ വർഷം. ഒരു വട്ടം കൂടെ, 1968 മനുഷ്യാവകാശ വർഷമാണ്. ഓക്കെ, ഇനി 1970 വിദ്യാഭ്യാസ വർഷമാണ്. ഓക്കെ, വിദ്യാഭ്യാസ വർഷം. 1968 മനുഷ്യാവകാശ വർഷം. 1970 വിദ്യാഭ്യാസ വർഷം. 1970 വിദ്യാഭ്യാസ വർഷം. ഓക്കെ, ഇനി 1975 എന്താണ്? വനിതാ വർഷമാണ്. വനിതാ വർഷം. വനിതാ വർഷം എപ്പോഴാണ്? 1975. 1970 എന്താണ്? വിദ്യാഭ്യാസ വർഷവും
68 എന്താണ് മനുഷ്യാവകാശ വർഷം. ഓക്കെ, അപ്പൊ മനുഷ്യാവകാശ വർഷം കിട്ടി. എന്നാണ് മനുഷ്യാവകാശ വർഷം എന്നാണ് 1968 മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10 അല്ലെ മനുഷ്യാവകാശ ദിനം. അപ്പൊ അതുകൂടെ അറിഞ്ഞു വെക്കുക. മനുഷ്യാവകാശ വർഷം 1968. 1970 എന്താണ് 1970 എന്താണ് വിദ്യാഭ്യാസ വർഷം. 1975 വനിതാ വർഷം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട പറയുള്ളത് 2021. ഓക്കെ, അതിനു മുമ്പ് 2015 നമ്മൾ പഠിച്ചു. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമാണെന്ന് പഠിച്ചു. അപ്പൊ 2016 എന്താ 16 പയറ് വർഷം. കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അന്താരാഷ്ട്ര പയറ് വർഷം ചോദിച്ചാൽ 2016 പയർ 6. അപ്പൊ 6 വെച്ച് കണക്ട് ചെയ്യുക. 2016 അന്താരാഷ്ട്ര പയറ് വർഷമാണെന്നും കണക്ട് ചെയ്യുക. 2019 ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിക്കുന്നത്. 2019. 2011 കെമിസ്ട്രി വർഷം അല്ലെ. കെമിസ്ട്രി വർഷം 2011 പഠിച്ചു വെക്കാം കേട്ടോ. 2011 കെമിസ്ട്രി വർഷം. കെമിസ്ട്രി വർഷം എപ്പോഴാണ് 2011. 1968 മനുഷ്യാവകാശ വർഷം. 70 വിദ്യാഭ്യാസ വർഷം. 75 വനിതാ വർഷം. 2011 കെമിസ്ട്രി വർഷം അല്ലെ. രസതന്ത്ര വർഷം 2011 ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിക്കുന്നത് 2019. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 2021 ഒന്ന് പഠിച്ചാലോ. 2021 ഏതാണ് പഴം പച്ചക്കറി. പഴം പച്ചക്കറി ഏതാണ് 2021 പഴം പച്ചക്കറി. ഇനി 2022 എന്താണ് 2022 മത്സ്യബന്ധനം കൈത്തൊഴിൽ മത്സ്യബന്ധനം ഒക്കെ അല്ലേ വരുന്നത്. കൈത്തൊഴിൽ മത്സ്യബന്ധനം കൈത്തൊഴിൽ മത്സ്യബന്ധനം ഏതാണ് 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം. പഴം പച്ചക്കറി 2021 നമുക്ക് കറന്റ് ആയിട്ടുള്ളതല്ലേ, ചിലപ്പോൾ ചോദ്യം വന്നാലോ. അപ്പൊ 2022 പഠിച്ചു കൈത്തൊഴിലും മത്സ്യബന്ധനവും. 2023 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് മില്ലറ്റ് വർഷം. 2023 മില്ലറ്റ് വർഷം. ചോദ്യം വരാറുണ്ട് അല്ലേ. ഏതാണ് ചെറുധാന്യ വർഷം മില്ലറ്റ് വർഷം. ഓക്കെ, മില്ലറ്റ് വർഷം എപ്പോഴാന്ന് ചോദിച്ചപ്പോഴാണ് 2023 2024 എന്താ 2024 ഒട്ടക വർഷം. ഓക്കെ, 2024 ഒട്ടക വർഷം എപ്പോഴാണ് 2024 ഒട്ടക വർഷം. 2023 മില്ലറ്റ് വർഷം. 2024 ഒട്ടക വർഷം. 2023 മില്ലറ്റ് വർഷം. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം. 2021 പഴം പച്ചക്കറി. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇനി 2025 നോക്കാം. ഹിമാനി സംരക്ഷണമാണ്. ഹിമാനി സംരക്ഷണ വർഷം ഏതാന്ന് ചോദിച്ചാൽ 2025 2025. അപ്പൊ 2026 എന്താ 2026 നോക്കിയാലോ. 2026 വനിതാ കർഷക വർഷം. വനിതാ വർഷം 75 വനിതാ കർഷക വർഷമാണ് 2026. അപ്പൊ അതുവരെ കിട്ടിയല്ലോ. 2026 വനിതാ കർഷക വർഷം. 2025 ഹിമാനി സംരക്ഷണം. 24 എന്താ ഒട്ടക വർഷം. 23 മില്ലറ്റ് വർഷം. 22 കൈത്തൊഴിൽ മത്സ്യബന്ധനം. 21 പഴം പച്ചക്കറി. 2019 ആവർത്തന പട്ടിക. 2016 ഏതാണ് പയറ് വർഷം. 2015 മണ്ണ് വർഷം. 2011 രസതന്ത്ര വർഷം. ഓക്കെ, 1975 വനിതാ വർഷം. 70 വിദ്യാഭ്യാസ വർഷം. 68 ഏത് മനുഷ്യാവകാശ വർഷം. അപ്പൊ ഇത്രയും വർഷങ്ങളൊന്ന് പഠിച്ചു വെക്കുക. റിപ്പീറ്റ് ചെയ്തല്ലോ, കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഭരണഘടനയുടെ ഭാഗങ്ങൾ. ഭരണഘടനയിലെ ഭാഗം 3 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്താണ് ഭരണഘടനയിലെ ഭാഗം 3 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 3 സ്ഥിരം ചോദ്യമല്ലേ PSCയുടെ. ഏതാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്താണ് ഭരണഘടനയിലെ ഭാഗം 3. പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ മൗലികാവകാശങ്ങളാണ് ഉത്തരം കിട്ടിയാൽ ഓപ്ഷൻ ബി ആണ്. എന്താണ് പഠിച്ചു വെക്കണേ. ഭരണഘടനയിലെ ഭാഗം 3 മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ് ചോദ്യം വരില്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ് അല്ലേ. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32. അപ്പൊ ഹൈക്കോടതിക്കോ ആർട്ടിക്കിൾ 226 പഠിച്ചു വെക്കണേ. ആർട്ടിക്കിൾ 226. ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് അറിയോ. 14, 19, 21. ഏതൊക്കെയാണ് 14, 19, 21. ഭരണഘടനയിലെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകളാണ് 14, 19, 21. ഓക്കെ, അപ്പൊ നമുക്ക് ഭാഗങ്ങൾ നോക്കാം. ഭാഗം 1. ഭാഗം 1 എന്താണ് കേന്ദ്രവും അധികാര പരിധിയാണ് അല്ലെ. കേന്ദ്രം അധികാര പരിധി.
എന്താണ് ഭാഗം 1 കേന്ദ്രം അധികാര പരിധി 1 തൊട്ട് 4 വരെയാണ്. ആർട്ടിക്കിളുകൾ കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. എന്താണ് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഓക്കെ, കേന്ദ്ര അധികാര പരിധിയാണ് ഭാഗം 1 മുതൽ 4 വരെ. 2 നമുക്കറിയാം പൗരത്വമാണ്. പൗരത്വം ഓക്കെ, നമുക്കൊക്കെ അറിയാം പൗരത്വം. ഓക്കെ, പൗരത്വമാണ് 2 5 തൊട്ട് 11 വരെ. 1 മുതൽ 4 വരെയായിരുന്നു കേന്ദ്ര അധികാര പരിധിയെങ്കിൽ 2 5 തൊട്ട് 11 വരെ. പൗരത്വം 2 അറിഞ്ഞു വെക്കണം. പൗരത്വം 2 പൗരത്വം 2 പൗരത്വം 2 പൗരത്വം 2. ഓക്കെ, പൗരത്വം 2. ഭാഗം 1 എന്താണ് കേന്ദ്ര അധികാര പരിധിയാണ്. 2 ഏതാണ് പൗരത്വമാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ ആമുഖം ഉണ്ടാവും. ആമുഖം ഒരു ഭാഗമായിട്ട് വരില്ലല്ലോ, ഭരണഘടനയിൽ ഒരു ഭാഗമായിട്ടില്ലല്ലോ, ആമുഖം ഉള്ളതാണ്. അപ്പൊ ആമുഖം വേറെയാണ്. ആമുഖം ഒരു ഭാഗമായിട്ട് വരുന്നതല്ല, ആമുഖത്തിന് ശേഷമാണ് ഭാഗങ്ങൾ വരിക. ഓക്കെ, അപ്പൊ ആമുഖം ഒന്നും പോയി ആൻസർ ചെയ്യരുത്. ഭാഗം 2 പൗരത്വമാണ്. ഭാഗം 3 മൗലികാവകാശങ്ങൾ. നമുക്കറിയാം മൗലികാവകാശങ്ങൾ ഭാഗം 3. എത്രയാണ്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് ഏത്? ഭാഗം 3. ഭാഗം 3 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് ഭാഗം 3 മൗലികാവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ. ഇനി ഭാഗം 4 ഏതാണ്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം 4. എത്ര വരും? 36 മുതൽ 51 വരെയാണ് ആർട്ടിക്കിൾ വരുന്നത്. 36 മുതൽ 51 വരെയാണ് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇനി ഭാഗം 4A ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഭാഗം 4 വരെ ക്ലിയർ അല്ലേ? ആദ്യം കേന്ദ്രാധികാര പരിധി, 2 പൗരത്വം, 3 മൗലികാവകാശങ്ങൾ, 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് 4A. 4A എന്താണ്? മൗലിക കടമകൾ. മൗലിക കടമകൾ എന്ന് വരുമ്പോഴും മൗലിക കർത്തവ്യങ്ങൾ എന്ന് വരുമ്പോഴും പലർക്കും ഡൗട്ട് വരുന്നുണ്ട്. കർത്തവ്യങ്ങളും കടമകളും ഒന്നാണ്, മാറിപ്പോരുത്. കർത്തവ്യങ്ങൾ എന്ന് വരുമ്പോൾ 4 പോയി കുത്തുന്നുണ്ട്. അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, വെറും വെച്ചിട്ട് കണക്ട് ചെയ്യല്ലേ. അപ്പൊ എന്താണ് മൗലിക കർത്തവ്യം ചെയ്യാനുള്ളത് കടമകളാണ്, രണ്ടും ഒന്നല്ലേ. അപ്പൊ മൗലിക കടമകളും മൗലിക കർത്തവ്യങ്ങളും ഒന്നാണ്. എന്താണ് 4A പ്രതിപാദിക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 51A. 51A ആണ്. അപ്പൊ അത് കിട്ടിയല്ലോ. ഏതാണ്? മൗലിക കടമകൾ അഥവാ മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, ഇനി ഭാഗം 9 9 പഞ്ചായത്താണ്. 9 പഞ്ചായത്തുകളും 9A മുനിസിപ്പാലിറ്റിയും. രണ്ടോപ്പം പഠിച്ചു നോക്കാലോ, പഞ്ചായത്തും മുനിസിപ്പാലിറ്റി. ഓക്കെ, 9 പഞ്ചായത്ത്, 9A മുനിസിപ്പാലിറ്റി. പട്ടിക 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി. ഇവിടെ എന്താണ്? ഭാഗം 9 9Aയുമാണ്. 9 9Aയും. ഇനി അടുത്തത് 15 എന്താണ്? തിരഞ്ഞെടുപ്പാണ്. ഓക്കെ, 15 തിരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ ചോദിക്കും 324 324. തിരഞ്ഞെടുപ്പ് 324. തിരഞ്ഞെടുപ്പ് എന്താണ്? 324. അടുത്തത് 15 വരെ കിട്ടിയല്ലോ. 15 എന്താണ്? തിരഞ്ഞെടുപ്പാണ്. 18 അടിയന്തരാവസ്ഥ. ഭാഗം 18 അടിയന്തരാവസ്ഥ. ഓക്കെ, അടിയന്തരാവസ്ഥ എത്രയാണ്? 352 മുതൽ 360 വരെ. ഈ 352 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്, അറിയാലോ. 352 അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരമാണ് അല്ലേ. നമ്മളെ പ്രഖ്യാപിച്ചിട്ടുള്ളതൊക്കെ അറിയുന്നതല്ലേ. അപ്പോൾ 352 ഇമ്പോർട്ടൻ്റ് ആണ്. അടിയന്തരാവസ്ഥ 352 മുതൽ 360 വരെ. ഇനി അവസാനത്തേത് ആർട്ടിക്കിൾ അല്ല, ഭാഗം 20 ഏതാണ്? ഭേദഗതി. ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഭാഗം 20. 368 ആർട്ടിക്കിൾ. ഈ ഭേദഗതികൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ചോദ്യം വരാറുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭേദഗതി. അപ്പൊ ആലോചിച്ചാൽ മതി. ബായും തായും ഇത് കണ്ടോ? ഭേദഗതി, ബായും തായൊക്കെ ഏകദേശം ഒരേപോലെ അല്ലേ. അപ്പൊ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, ഭേദഗതി ദക്ഷിണാഫ്രിക്ക, അത് വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, ഭേദഗതി. അപ്പോൾ എന്താണ്? 1 കേന്ദ്രാധികാര പരിധി, 2 എന്താണ്? പൗരത്വം, 3 എന്താണ്? മൗലികാവകാശങ്ങൾ, 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ, 4A എന്തൊക്കെ എഴുതി വെച്ചിരിക്കണം? 4A എന്താണ്? 4A എന്താണ്? മൗലിക കടമകൾ. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ വേറെ, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ വേറെ. 4A ആണ്. 3 മൗലികാവകാശങ്ങളാണ്, അറിയാം. ഓക്കെ, പിന്നെ ഏതാണ്? 9 ഏതാണ്? 9 നമ്മളിപ്പോൾ പഠിച്ചതല്ലേ, പഞ്ചായത്തുകളും 9A മുനിസിപ്പാലിറ്റിയും. 15 തിരഞ്ഞെടുപ്പും 18 അടിയന്തരാവസ്ഥയും 20 ഭേദഗതികളും. അപ്പൊ അത്ര കാര്യങ്ങൾ സെറ്റായി. നമുക്കിനി അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്താണ്? റാഡ്ക്ലിഫ് രേഖ. എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് ഓപ്ഷൻ ബി, റാഡ്ക്ലിഫ് രേഖ അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഏതാണ്? ഓപ്ഷൻ എ, ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ്. ഓപ്ഷൻ സി, ഡ്യൂറൻഡ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറൻഡ് രേഖ.
പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. ശ്രദ്ധിച്ചു നോക്കണം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതും ഡ്യൂറന്റ് രേഖയാണ്, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അതും ഡ്യൂറന്റ് രേഖയാണ്. ഇന്ത്യയും പാകിസ്ഥാനും അല്ല, ഇന്ത്യയും പാകിസ്ഥാനും റാഡ്ക്ലിഫ് രേഖയാണ്. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. അതിൽ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്? 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, കടലതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കടലതിർത്തി പങ്കിടുന്നത് ശ്രീലങ്ക, മാലദ്വീപ്, അല്ലെങ്കിൽ സമുദ്ര അതിർത്തി പങ്കിടുന്നത് ചോദിച്ചാൽ ശ്രീലങ്ക, മാലദ്വീപ്. ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഏറ്റവും ചെറുത് മാലദ്വീപാണ്. ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ചൈനയാണ്, വലുത്, രാജ്യത്തിന്റെ വലുപ്പമാണ്. ഏറ്റവും വലിയ അതിർത്തി രേഖ, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. തീൻ ബേഗ കോറിഡോർ അല്ലേ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. അപ്പൊ പഠിച്ചു വെക്കുക, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ തീൻ ബേഗ കോറിഡോർ. അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, അതിർത്തി ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗ്ലാദേശാണ്. ഏറ്റവും കുറവ് അതിർത്തി അഫ്ഗാനിസ്ഥാനാണ്, അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ വലുതല്ലേ? ചൈനയല്ലേ? ചൈന. ഏറ്റവും ചെറുത് ഭൂട്ടാൻ, ഭൂട്ടാൻ അല്ല, ഏറ്റവും ചെറുത് മാലദ്വീപാണ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഭൂട്ടാനാണ്. അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 9 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ, ഇന്ത്യ ശ്രീലങ്ക എന്ത് പേരിലാണ്? ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്, അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മാന്നാർ, രണ്ടും ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ അറിയപ്പെടുന്നതാണ്. പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലദ്വീപാണ് 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ മാലദ്വീപാണ് 8 ഡിഗ്രി ചാനൽ. ഒന്നുകൂടെ വരാം, ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ബംഗ്ലാദേശ് ബി അല്ലേ, തീൻ ബേഗ അതും ബി അല്ലേ, അപ്പൊ ബേഗ വെച്ച് കണക്ട് ചെയ്യുക, തീൻ ബേഗ കോറിഡോറും ബി ബംഗ്ലാദേശ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. പിന്നെ ഏത് പറഞ്ഞു? ഇന്ത്യ മാലദ്വീപാണ് 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്, അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മാന്നാർ. അതിർത്തി രേഖ സെറ്റ് ആയാലോ? ഒരു വട്ടം കൂടെ ഓർഡറിലൊന്ന് പറഞ്ഞുതരാം. ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന ഏതാണ്? മക്മോഹൻ രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏതാണ്? ഡ്യൂറന്റ് രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് ഏതാണ്? തീൻ ബേഗ കോറിഡോർ. പിന്നെ ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കും, ഗൾഫ് ഓഫ് മാന്നാറും, ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ. ഇത്ര കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടവർ നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അവിടെ ഓരോ ക്ലാസ്സുകൾ നമ്മൾ തരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ, റിവിഷനും കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ ഓഗസ്റ്റ് 10-നാണ് നമ്മുടെ ബാച്ച് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ട് നല്ല രീതിയിൽ നല്ലൊരു ട്രാക്കിലായിട്ട് നമുക്ക് അങ്ങനെ കയറി പോവുക. ഓക്കെ, ഇനി വരുന്ന ഓരോ എക്സാമുകൾക്കും നല്ല നല്ല രീതിയിലുള്ള വലിയ റാങ്കുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ആവട്ടെ. എല്ലാവരും എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിലേക്ക് കയറാൻ ശ്രമിക്കുക കേട്ടോ. കയറാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കയറുക. കമന്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പ് ബാച്ച് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോയില്ലേ? ഇഷ്ടപ്പെട്ടല്ലോ? ക്ലാസ്സുകൾ ഏകദേശം നല്ല രീതിയിലല്ലേ? നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല? നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുന്നില്ലേ? ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ ആരോടും ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരാൾ എന്നോട് ഒന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചത്, സാർ അതൊന്ന് ലൈക്ക് ചെയ്യാൻ പറയും, സാറിൻ്റെ വീഡിയോസ് നല്ല ഉപകാരപ്പെടുന്നുണ്ട്, ആളുകളിലേക്ക് എത്താതെ പോകുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എത്താൻ അത് സഹായിക്കുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്